ഒരു വേദഭാഗം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യവും അതിന്റെ 12, 13, 14 വാക്യവും നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 5, 6 വാക്യങ്ങൾ. അതുപോലെ തന്നെ 12, 13, 14 വാക്യങ്ങൾ വായിക്കാം. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നത് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ട്. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഒരു ഭൃത്യനായിട്ടാ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. ക്രിസ്തു അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായി തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. 6-ാം വാക്യത്തിൽ ക്രിസ്തുവോ അവന്റെ ഭവനത്തിന്റെ അധികാരിയായ പുത്രനാ. വായിക്കാം 12, 13, 14 വാക്യങ്ങൾ. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൻ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നമ്മൾ ക്രിസ്തുവിൽ പങ്കാളികളായി. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടച്ചാട്ട്, എല്ലാ ആദരങ്ങളും ഒന്ന് തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. സ്തോത്രം. ആരംഭം നന്നായി തുടങ്ങിയിട്ട് അവസാനം വേദനയോടെ അവസാനിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. വേദപുസ്തക ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിലും ഒത്തിരി അനുഭവങ്ങൾ. എന്നാൽ ആദ്യ വിശ്വാസത്തെ അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നീ ക്രിസ്തുവിൽ പങ്കാളിയായി മാറും. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, രക്ഷയുടെ സന്തോഷത്തെ അനുഭവിക്കുവാൻ ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവം ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തു ലോകരക്ഷകനെന്നും ഏകരക്ഷകനെന്നും സത്യദൈവമെന്നും ജീവന്റെ ദാതാവെന്നും ജീവിതാനുഭവത്തിലൂടെ അങ്ങയെ രുചിച്ചറിയുവാൻ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് തന്ന ഭാഗ്യമേറിയ പദവിക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് വചനപ്രകാരം അങ്ങയുടെ ആത്മാവ് ഞങ്ങൾ വസിക്കുമ്പോൾ കർത്താവെ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിന്റെ ശക്തിയോടെ യഹൂദയിലും യെരൂശലേമിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളായി മാറണം എന്നുള്ള വചനപ്രകാരം കർത്താവെ ഈ ഭൂമിയിൽ തന്ന അവസരങ്ങൾ ഒരിക്കലും നഷ്ടമാക്കി കളയാതെ അവിടുന്ന് ഞങ്ങളോട് കാര്യം തീർക്കുന്ന നാളിൽ ഞങ്ങളുടെ കരം ബലപ്പെട്ടിരിക്കേണ്ടതിന് കർത്താവെ ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അവസാനിപ്പിക്കാൻ ഇടയാകാതെ ആത്മാവിൽ തുടങ്ങി ആത്മാവിൽ അവസാനിക്കുന്ന ഒരന്ത്യകാല ശുശ്രൂഷ കർത്താവെ ഇന്ന് രാത്രി സകലരുടെ മേലും പകരുമാറണമേ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണവും നിയോഗവും ആദിയോടെന്ന് ഞങ്ങളുടെ നടുവിൽ ഭരിക്കും. മഹത്വമെടുക്കും യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഭവനത്തിന്റെ ഉടമസ്ഥൻ കർത്താവാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ഭവനമാണ്. വേദപുസ്തകം പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതായി നമ്മുടെ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞങ്ങളുടെയൊക്കെ ജീവിതാനുഭവത്തിൽ യേശുക്രിസ്തുവിനെ അറിയാത്ത, രക്ഷയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത, നിത്യതയെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഞാൻ കഴിഞ്ഞ 2 പ്രാവശ്യവും ചുരുക്കമായി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും ഈ മണ്ണിൽ ഈ ദേശത്തുണ്ട്. സ്തോത്രം. പ്രിയരെ, എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ പിടിച്ചപ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ മാംസരക്തങ്ങളോട് അനുവാദം ചോദിക്കാതെ ആ സ്നേഹത്തെ പിൻപറ്റുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. യേശു ക്രിസ്തു ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ദൈവമല്ല എന്നും അവന്റെ ജനനത്തിങ്കൽ സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള ആ മഹാസന്തോഷത്തെയാണ് മലാഖമാർ പ്രകീർത്തിച്ചത്. അങ്ങനെയെങ്കിൽ
പ്രത്യേക ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം ഉദയം ചെയ്ത ഒരു ദൈവമല്ല, സാക്ഷാൽ ദൈവമാകുന്ന യേശു ക്രിസ്തു. ആ കർത്താവിനെ കുറിച്ച് പലപ്പോഴും പലയിടത്തും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ സർവജ്ഞാനിയായ ദൈവമാണ്, അവൻ സർവവ്യാപിയായ ദൈവമാണ്. എന്താണ് സർവശക്തനായ ദൈവം? ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവം, ഈ അണ്ടചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം, സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണലുകൊണ്ട് അതിരുവെച്ച ദൈവം, ആകാശത്തെ കൈകൊണ്ട് വിരിച്ച ദൈവം, ഭൂമിക്ക് അടിസ്ഥാനമിട്ട ദൈവം, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ മുഴുലോകം ഉളവായി. ആരും ദൈവത്തെ ഉണ്ടാക്കിയതല്ല, മറിച്ച് സകലത്തെ സൃഷ്ടിച്ചവനാ സർവശക്തനായ ദൈവം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. സർവജ്ഞാനിയായ ദൈവം. എന്താ സർവജ്ഞാനി? ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന ദൈവം, പൂർവകാലത്തു തന്നെ മേലാൽ സംഭവിക്കാനുള്ള പ്രസ്താവിക്കുന്ന ദൈവം, സർവജ്ഞാനി. ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും, ഹിന്ദിയിൽ പ്രാർത്ഥിച്ചാലും, തമിഴിൽ പ്രാർത്ഥിച്ചാലും, തെലുങ്കിൽ പ്രാർത്ഥിച്ചാലും, കന്നഡയിൽ പ്രാർത്ഥിച്ചാലും, അറബിയിൽ പ്രാർത്ഥിച്ചാലും മനസ്സിലാകുന്ന ഒരു ദൈവം, സർവജ്ഞാനിയായ ദൈവം. സ്തോത്രം. പലരും പലരോടും പ്രാർത്ഥിക്കുമ്പോൾ, മരിച്ചു മൺമറഞ്ഞു പോയി അനേകരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, കർത്താവേ, അവരൊക്കെ മരിച്ചു മൺമറഞ്ഞു നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് രൂപം കൊണ്ട ഭാഷയിൽ അവരോട് പ്രാർത്ഥിച്ചാൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? 3, സർവവ്യാപിയായ ദൈവം. എന്താ സർവവ്യാപി എന്ന് പറഞ്ഞാൽ? ചേപ്പാട് കൊണ്ട് മാത്രം ഒതുങ്ങുന്ന ഒരു ദൈവമല്ല, ഹരിപ്പാട് കൊണ്ട് മാത്രം ഒതുങ്ങുന്ന ഒരു ദൈവമല്ല, ആലപ്പുഴ ജില്ല കൊണ്ട് മാത്രം ഒതുങ്ങുന്ന ഒരു ദൈവമല്ല, കേരള സംസ്ഥാനം കൊണ്ട് മാത്രം ഒതുങ്ങുന്ന ഒരു ദൈവമല്ല, ഇന്ത്യ മഹാരാജ്യം കൊണ്ട് മാത്രം ഒതുങ്ങുന്ന ഒരു ദൈവമല്ല, സർവവ്യാപി. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ സ്വർഗത്തിൽ കയറിയാൽ ഞാൻ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയുമുണ്ട്, ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്താൽ അവിടെയുമുണ്ട്, അല്ലെങ്കിൽ എവിടെ ചെന്നാലും സർവവ്യാപിയായ ദൈവം. ഹല്ലേലൂയ. ആർക്കും ആ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മറഞ്ഞിരിപ്പാൻ സാധ്യമല്ല. ഇങ്ങനെ സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം, ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തു എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മളും ജ്യോതിസുകളെ പോലെ പ്രകാശിക്കേണ്ടവരാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം സീസൺ സമയം ഹൈന്ദവ സഹോദരങ്ങളെ എപ്പോഴും ഞാൻ അഭിനന്ദിക്കാറുണ്ട്, മുസ്ലിം സഹോദരങ്ങളെ ഞാൻ അഭിനന്ദിക്കാറുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പൊ ശബരിമലയിൽ സീസണാ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ വളരെ വിദൂരത്തിലൊക്കെ കൺവെൻഷനുള്ള ബന്ധത്തിൽ യാത്ര ചെയ്ത് വരിക. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർക്കൊരു ലജ്ജയില്ല. നിങ്ങൾ നോക്കിയേ, ബസ് സ്റ്റാൻഡിൽ നോക്കിയേ, റെയിൽവേ സ്റ്റേഷനിലോട്ട് നോക്കിയേ, ട്രെയിനിൽ കയറിക്കേ, അവർ വീട്ടിൽ നിന്ന് ശരണം വിളിച്ച് തേങ്ങയൊക്കെ അടിച്ച് ഇറങ്ങുന്നതാ. മലകൾ കയറി അവിടെ ചെന്ന് ദർശനം നടത്തി തിരിച്ചു വീട്ടിൽ വരുന്നിടം വരെ അവര് ശരണം വിളിക്കും. ജീസസ്. ഞങ്ങൾ വളരെ യാത്ര ചെയ്യുന്നവരാ. മുസ്ലിം സഹോദരങ്ങൾ അവർ ട്രെയിനിൽ പോയാലും അവരെവിടെ പോയാലും ആ നിസ്കാര സമയമാകുമ്പോൾ അവരവർ നിസ്കരിക്കുവാനിടയായി തീരും. എന്നാൽ ജീവനുള്ള ദൈവത്തെ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവത്തെ, ഇന്നും എനിക്കും നിങ്ങൾക്ക് വേണ്ടി സദാ മധ്യസ്ഥ അണയ്ക്കുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ അവസരം കിട്ടിയ ക്രിസ്ത്യാനിയെ പലപ്പോഴും സ്തോത്രം ഉപദേശിമാരിൽ നിന്ന് സ്തുതിച്ചേ, ആരാധിച്ചേ, കൈയടിച്ചേ, വാതുറന്ന് എന്നൊക്കെ പറഞ്ഞ് സ്തോത്രം എത്ര കഷ്ടമാ. അതരം തുറന്നു ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ, ദൈവം ചെയ്ത നന്മകളെ ഒന്ന് ഓർക്കാൻ. ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇതിനകത്ത് കൊണ്ടുവന്ന ദൈവത്തിന്റെ ദയ, ജീവനോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ദയ, കിടക്കയിൽ എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ ദയ, പ്രിയപ്പെട്ടവരെ ജീവനോടെ തന്ന ദൈവത്തിന്റെ ദയ, കൂട്ടാളിയെ ജീവനോടെ വെച്ചേക്കുന്ന ദൈവത്തിന്റെ ദയ, തലമുറയ്ക്ക് ദോഷം സംഭവിക്കാതിരിക്കുന്ന ദൈവത്തിന്റെ ദയ. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗത്തിൽ പോകാനിരിക്കുന്നവരെ നമ്മളല്ല. സ്വർഗത്തിൽ ചെന്നാലും എന്തേ ഉള്ളൂ?
മുമ്പേ ഇവിടെ ഹല്ലേലൂയ പറഞ്ഞ് നമ്മൾ ആരാധിച്ചു. ആരാധനയുള്ളവിടെ സ്തോത്രം. പിന്നെ നമുക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആരെങ്കിലും സ്തുതിച്ചില്ലെങ്കിലും നമ്മൾ ആരാധിച്ചില്ലെങ്കിലും നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കണം. ഇന്ന് നീ ബൈബിൾ വായിച്ചോ, ഇന്ന് നീ പ്രാർത്ഥിച്ചോ, ഇന്ന് നീ സ്തുതിച്ചോ. എന്നെ കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ നമ്മുടെ തലമുറകൾ എങ്ങനെ ആദരം തുറന്ന് ദൈവത്തെ സ്തുതിക്കും? പ്രൈസ് ദി ലോർഡ് ജീസസ്. നാം ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, ദൈവത്തിന് വേണ്ടി നിന്നാൽ, വചനത്തിന് വേണ്ടി നിലകൊണ്ടാൽ, സ്തുതിക്കുന്നവരായി മാറിയാൽ, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിച്ചാൽ നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുമെന്നുള്ളത് വേദപുസ്തകത്തിന്റെ സത്യമാണ്. എന്നെ ഈ ദിവസങ്ങളിൽ ചിന്തിപ്പിച്ച ഒത്തിരി കാര്യങ്ങൾ. എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അവന്റെ, അറിയാവുന്നവരൊന്ന് പറഞ്ഞേ, ആർക്കും അറിയത്തില്ല. ലേവി അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. നോക്കിക്കേ, കൊച്ചുമോന്റെ മോന അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. ലേവി ദശാംശം കൊടുത്തതായിട്ട് വേദപുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. അപ്പൻ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെലവിട്ടത് തലമുറയോട് കണക്ക് നൽകി തന്ന ദൈവം. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുത്തപ്പോ ലേവി അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. ലേവി ദശാംശം കൊടുത്തതായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. കോരശന്റെ ഇടയൻ, യെശയ്യാവ് 44:28 45:1 അവൻ എന്റെ ഹിതമൊക്കെയും ചെയ്യുന്നു. ഞാൻ അവന്റെ വലങ്കരം, ജാതീയ രാജാവ്, ഞാൻ അവന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. എന്തിന്? വാതിലുകൾ അവന്റെ മുമ്പിൽ അടയാതിരിക്കേണ്ടതിനും കതകുകൾ അവന്റെ മുമ്പിൽ തുറന്നിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, കോരശന്റെ ഇടയൻ, കോരശിന്റെ വലങ്കരം തമ്പുരാൻ പിടിച്ചു. എന്തിനാ? വാതിലുകൾ ഒരിക്കലും അവന്റെ മുമ്പിൽ അടയരുത്, കതകുകൾ അവന്റെ മുമ്പിൽ തുറന്നിരിക്കണം. സ്തോത്രം. ആരായി കോരശ്? പ്രിയരെ, മാതാപിതാക്കൾ വില കൊടുത്താൽ തലമുറകളെ ദൈവം ആദരിക്കുമെന്നുള്ളത് വേദപുസ്തകം ഉടനീളം നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. കോരേശിന്റെ ചരിത്രം പഠിച്ചാൽ വില കൊടുത്തി ഒരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു, പേര് എസ്തേർ. എസ്തേർ അഗസ്തോസിന്റെ കൊച്ചുമോനായി കോരശ്. അത് പഠിച്ചപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. ദൈവമേ, യഹൂദാ ജനത്തെ മുഴുവൻ ഉന്മൂലനാശം വരുത്തുമെന്ന് ഹാമാൻ പ്രതികൂലമായി എഴുന്നേറ്റ് രേഖ വിരോധമായി എഴുതി അഗസ്വേരോസ് രാജാവിനെ കൂട്ടുപിടിച്ച് ദേശവ്യാപകമായി ഭീതി ജനിപ്പിക്കുമ്പോൾ, എസ്തേർ എന്ന പേരിനർത്ഥം നക്ഷത്രമെന്ന, ഒരു കാലഘട്ടം വരെ കാർമേഘപടലം മൂടിക്കിടന്നവളാ. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം അവളെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. രാജ്ഞി പദം അലങ്കരിച്ചിരിക്കുന്ന എസ്തേർ കൊട്ടാരത്തിലായിരിക്കുമ്പോൾ യഹൂദാജനം മുഴുവൻ ഭീതിജനകമാകുന്ന അനുഭവത്തിലൂടെ പോകാം. ശൂഷൻ പട്ടണം കലങ്ങിപ്പോയി. ഈ സമയത്ത് മോർദെഖായി എന്ന അഭിഷിക്തൻ, യഹൂദനായ മോർദെഖായി, ഒരു ലെറ്റർ കൊട്ടാരത്തിലേക്ക് താൻ വളർത്തിയ തന്റെ മകൾക്ക് കൊടുത്തയച്ചു. നീ ഈ സമയത്ത് മിണ്ടാതിരിക്കരുത്, കാരണം ഇപ്പോൾ നീ സമയോചിതമായി ഇടപെടേണ്ട സമയമാ. ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത്. ആ ലെറ്റർ കയ്യിൽ കിട്ടിയപ്പോൾ 3 രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എസ്തേർ എന്ന രാജ്ഞി, അഗസ്വേരോസിന്റെ പത്നി, 3 രാവും പകലും തന്റെ ബാല്യക്കാരത്തികളോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, യഹൂദാ ജനത്തെ മുഴുവൻ ഉന്മൂലനാശം വരുത്തുമെന്ന് പറഞ്ഞ് രേഖ എഴുതിയിരിക്കുമ്പോൾ എനിക്ക് ഈ പ്രതികൂല സാഹചര്യത്തിൽ മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും അതിന്റെ നടുവിൽ അവൾ 3 രാവും പകലും ഉപവസിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു. അനുവാദമില്ലാതെ ആരെങ്കിലും
പ്രാകാരത്തിൽ വന്നു കഴിഞ്ഞാൽ ശിരസ് വെട്ടിക്കളയുമെന്നുള്ള കൽപ്പനയിരിക്കെ അഹശ്വേരോശ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് എസ്തേർ രാജ്ഞി ചെല്ലുകയാ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ. ഒറ്റ കാര്യമേ ഉള്ളൂ, ആദാർ മാസമാകുന്ന 12-ാം മാസം 13-ാം തീയതി തന്നെ യഹൂദാ ജനത്തെ മുഴുവൻ ഉന്മൂലനാശം വരുത്തണമെന്ന് 1-ാം മാസം എഴുതി വെച്ച രേഖയാ. 1-ാം മാസം മുതൽ ഭീതി ജനിപ്പിക്കുന്ന അനുഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണം, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ധൈര്യത്തോടു കൂടി കൊട്ടാരത്തിലേക്ക്, രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നതായ എസ്തേർ രാജ്ഞി പറഞ്ഞത് ഇങ്ങനെയാ: ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, എന്നാലും ഞാൻ കടന്നു പോകും. ഈ ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ഈ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ഞാൻ സംസാരിക്കും, ഞാൻ ശബ്ദിക്കും, ഞാൻ പുറപ്പെടുമെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ കൊട്ടാരത്തിലേക്ക് അതെ എസ്തേർ രാജ്ഞി ചെല്ലുമ്പോൾ ശിരസ്സെടുക്കുമെന്നുള്ള നിയമം ഇരിക്കെ പൊൻചെങ്കോൽ അവിടെ നേരെ നീട്ടി. എസ്തേർ രാജ്ഞിയെ, നിന്റെ ആഗ്രഹം എന്താ? രാജ്യത്തിന്റെ പകുതിയോളമായാലും ഞാൻ നിനക്ക് തരാമെന്ന് അഹശ്വേരോശിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാ. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കരത്തിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്കിഷ്ടമുള്ളിടത്തേക്ക് ദൈവം അതിനെ തിരിച്ചുവിടുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്ക്, ആ എസ്തേർ രാജ്ഞി അന്ന് മധ്യസ്ഥയണച്ചന്റെ പരിണിത ഫലം ആദാർ മാസമാകുന്ന 12-ാം മാസം 13-ാം തീയതി തന്നെ മുടിച്ചു കളയുമെന്ന് പറഞ്ഞ രേഖയെ അതേ മാസം അതേ ഡേറ്റിൽ തന്നെ ഏത് കരം കൊണ്ട് അത് എഴുതിയോ, ഏത് മുദ്രാമോതിരം കൊണ്ട് അതിന് മുദ്ര വെച്ചോ, അതേ കരം കൊണ്ട് തന്നെ സർവശക്തനായ ദൈവം തിരുത്തി എഴുതി. ഉപവസിക്കുന്ന ദൈവബദലേ, പ്രാർത്ഥിക്കുന്ന ദൈവബദലേ, മധ്യസ്ഥ അണയ്ക്കുന്ന ദൈവബദലേ, നീ ഇടിവിൽ നിൽക്കുന്നതും നീ കഴിക്കുന്ന പ്രാർത്ഥനയും നീ കഴിക്കുന്ന യോഗങ്ങളൊന്നും അല്ലെങ്കിൽ നഷ്ടമായി പോകത്തില്ലെന്ന്. ഇത് തലമുറയ്ക്ക് കണക്കിടും കേട്ടോ. അന്ന് മധ്യസ്ഥയണച്ച വല്യമ്മച്ചിയുടെ കൊച്ചുമോന്റെ കയ്യെ തമ്പുരാൻ പിടിച്ചു. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്. അന്ന് ഇടിവിൽ നിന്ന വല്യമ്മച്ചിയുടെ കൊച്ചുമോനാ. അവൻ എൻ്റെ ഇടയൻ, ഞാൻ അവന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. നോക്കിക്കേ, വല്യമ്മച്ചി വില കൊടുത്തതിന്റെ പരിണിത ഫലം തലമുറയുടെ വലങ്കരത്തെ തമ്പുരാൻ പിടിച്ചെങ്കിൽ, കുറേനക്കാരനായ ശീമോനോട് ചോദിച്ചാൽ അവൻ പറയും, പീലാത്തോസിന്റെ ഗബദാ കൽത്തളയത്തിൽ നിന്ന് ഭാരമേറിയ മരക്കുരിശും ചുമലിലെടുത്തുകൊണ്ട് വീണുമെഴുന്നേറ്റും ആപാത ചൂടൻ രക്തത്തിൽ കുളിച്ച യേശു ഭാരമേറിയ മരക്കുരിശുമായി ഗോൽഗോഥയിലേക്ക് പോകുമ്പോൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാതെ അന്നേക്കുള്ള അന്നത്തിന് വേണ്ടി വയലിലേക്ക് പണിക്ക് പോയി തിരിച്ചു കയറി വരുന്നതായ കുറേനക്കാരനായ ശിമോൻ നിർബന്ധത്താൽ അവൻ ആ ക്രൂശ് ചുമന്നു. ആപാത ചൂടൻ രക്തത്തിൽ കുളിച്ച യേശുവിന്റെ ചുമലിലിരുന്ന ആ രക്തം പുരണ്ട ക്രൂശ്, ഒന്നുകൂടെ പറയാം, കുരിശാന്ന് പോലും അറിയത്തില്ല, ആ തടി കഷ്ണം എടുത്ത് അവൻ ചുമലിൽ വെച്ചു. സ്തോത്രം. ഗോൽഗോഥായിൽ വരെ ആ ഭാരമേറിയ കുരിശുമായി ആ പാവപ്പെട്ടവൻ അത് ചുമന്നെങ്കിൽ, അവൻ ക്രൂശിൽ പിടിച്ചെങ്കിൽ അവന്റെ തലമുറയുടെ കരത്തിൽ സർവശക്തനായ ദൈവം പിടിച്ചു. അലക്സാണ്ടറും റൂഫസും ക്രിസ്തുവിൽ പ്രസിദ്ധരായി മാറി. ആര് കൽപ്പന കൊടുത്തോ അവന്റെ കസേരയിലേക്ക് തലമുറയെ തമ്പുരാൻ പിടിച്ചു കയറ്റിയെങ്കിൽ, ക്രൂശിൽ പിടിച്ചവന്റെ തലമുറയുടെ കയ്യെ ദൈവം പിടിച്ചെങ്കിൽ, ജനത്തിനു വേണ്ടി മധ്യസ്ഥയണച്ച എസ്തേറിന്റെ തലമുറയുടെ കയ്യെ ദൈവം പിടിച്ചെങ്കിൽ, ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നീ വില കൊടുക്കുന്നത് വെറുതെയായി തീരത്തില്ലെന്ന്? നീ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെലവിടുന്നത് വെറുതെയായി മാറത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? ജീസസ്. അതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ പുസ്തകം 1:4 തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞ ഒരു ദൂതുണ്ട്. പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് ഉള്ള നിർവ്യാജ വിശ്വാസം, വ്യാജമില്ലാത്ത വിശ്വാസം, ഇത് തലമുറയായി കൈമാറ്റം ചെയ്യപ്പെടുന്ന അവിടെ കാണാൻ കഴിയുന്നു. ഇത് ആദ്യം നിന്റെ വലിയമ്മ ലോബീസിലും, സഹോദരിമാരൊക്കെ ഒന്ന് ഉണർന്നേന്നേ, മസിൽ പിടിച്ചിരിക്കാതെ, വലിയമ്മ ലോബീസിലും അമ്മ യുനീക്കിലും, വലിയമ്മയിൽ നിന്ന് അമ്മയിലേക്ക് കിട്ടി, അമ്മയിൽ നിന്ന് അത് തിമോത്തിയോസേ നിന്നിലേക്ക്, ഇത് തലമുറയായി കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസം
ആരാധന, ആത്മധൈര്യം, അല്ല നമ്മൾ കൊണ്ട് അവസാനിച്ച് തീരേണ്ടതല്ലിത്. നമ്മുടെ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതായത്. നീ ചുമന്ന പുസ്തകം നിന്റെ കുഞ്ഞെടുക്കണം. ഞാനും നിങ്ങളും എടുത്ത പുസ്തകം നമ്മുടെ തലമുറകൾ എടുക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നിർബന്ധത്താൽ ആരും ഇത് ചുമക്കത്തില്ല. പക്ഷേ വചനത്തിന്റെ പഥ്യത്തിന് വേണ്ടി ഉറച്ചു നിന്ന് ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവരോട് ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. നീ ചുമന്ന പുസ്തകം നിന്റെ തലമുറ ചുമക്കട്ടെ. ക്രൂശ് ചുമന്നവന്റെ തലമുറയുടെ കയ്യെ ദൈവം പിടിച്ചെങ്കിൽ, എസ്തേറിന്റെ സന്തതിയെ ദൈവം ആദരിച്ചെങ്കിൽ, സ്തോത്രം, വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും കണ്ട വിശ്വാസം തിമോത്തിയോസിലും പൗലോസ് ദർശിച്ചെങ്കിൽ, അബ്രഹാം മൽക്കീസേദേക്കിന് ദശാംശം കൊടുത്തത് ലേവിക്ക് ദൈവം കണക്കിട്ടെങ്കിൽ, ഇന്ന് രാത്രി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടിറങ്ങി തിരിച്ചവരുടെ ദൂത, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഒരു അധികാരമുണ്ട്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഒരു ബലമുണ്ട്. ദൈവം എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ധൈര്യമുണ്ട്. ഇത് നമ്മുടെ തലമുറകളിലും പകരപ്പെടട്ടെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം, സ്വർഗത്തിലും ഭൂമിയിലും പറഞ്ഞേ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്തോത്രം, സകല അധികാരം കയ്യിലുള്ളവരെ നാം ആരാധിക്കുന്നത്. എല്ലാത്തിൻ്റെയും അധിപതിയായവൻ, സകലത്തിൻ്റെ അധിപനായവൻ. സ്തോത്രം, സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും പറഞ്ഞേ കർത്താവ് പറഞ്ഞു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടണം. ഫൈസലോ, എന്തിന്റെ മേലെല്ലാം അധികാരം? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 17 വരെ വായിക്കുമ്പോ നമുക്കവിടെ കാണാൻ കഴിയുന്നു രോഗത്തിന്റെ മേലധികാരം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 10 ബാധകളുടെ നടുവിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവന്ന സർവശക്തനായ ദൈവം. ചെങ്കടലിന്റെ നടുവിൽ പകച്ചു നിന്ന ഇസ്രായേൽ ജനം. പക്ഷെ ദൈവം പറഞ്ഞ എന്താണെന്നറിയാമോ? എന്നെ ആരാധിപ്പാൻ പറഞ്ഞേ എന്റെ ജനത്തെ വിട്ടയക്കാം. ദൈവത്തെ ആരാധിക്കാനാ ദൈവം നമ്മെ സൃഷ്ടിച്ചത്. സ്തോത്രം. തോട്ടം സൂക്ഷിക്കണം, വേല ചെയ്യണമെന്ന് പറഞ്ഞ ഏദനിലാക്കിയത് പാപം ചെയ്തതുകൊണ്ടാ പുറത്താകപ്പെട്ടു പോയത്. പത്രോസിനോട് അതാ പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നീ എന്ത് ചെയ്യണം? എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കണം. സ്തോത്രം. ദൈവത്തെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവരൊക്കെ പ്രിയരെ തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കണം. സ്തോത്രം. യേശുവിനെ അനുഗമിക്കുന്നവൻ അവന്റെ മുഖത്തേക്ക് ഇന്ന് ആരെയും നമുക്ക് മാതൃകയായിട്ട് എടുക്കാനില്ല. വല്ലാത്തൊരു കാലഘട്ടമാ. സ്തോത്രം. പക്ഷെ ഞാനിതൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുമ്പോൾ ഞാൻ വചനത്തിൽ ബലപ്പെടുന്ന ഒരു കാര്യം, കളയും നല്ലതിൻ്റെ കൂടെ വളരും. എത്ര പേര് ഗ്രഹിച്ചെന്ന് എനിക്കറിയാം. ഇത് നമ്മൾ എത്ര പിഴുതുകളയാൻ നോക്കിയാലും നടക്കത്തില്ല. കൊയ്ത്തോളം ഇത് വളരും. ആരൊക്കെ ഇതിനെ മൂടോടെ പിഴുതാൻ നോക്കിയാലും നടക്കത്തില്ല. കളയും കൊയ്ത്തോളം വളരും, കൊയ്ത്തോളം വളരും. ജീസസ്, ഹല്ലേലൂയ. ചില നല്ലതിന് കേട് സംഭവിക്കാതിരിക്കേണ്ടതിന് തമ്പുരാൻ പറഞ്ഞു ഇത് ഇതിനകത്തുണ്ട്. എന്തുകൊണ്ടായി കള വന്നത്? നല്ലത് ഉറങ്ങിപ്പോയത് കൊണ്ടാ. വിത്ത് വിതച്ചിട്ട് ഉടമസ്ഥൻ ഉറങ്ങിയപ്പോൾ ശത്രു അകത്തുകൊണ്ട് എന്ത് ചെയ്തു? കള വിതച്ചു. പല ആത്മീയ ഉറക്കങ്ങളും ഇടയ്ക്ക് വന്നതുകൊണ്ടാ കളകൾ എഴുന്നേറ്റത്. ഉണരേണ്ടവൻ ഉണരണം. ഉണരേണ്ടവൻ ഉണർന്നില്ലെങ്കിൽ കള വിതയ്ക്കും ശത്രു അകത്ത് കടന്ന്. കർത്താവിന്റെ ദാസൻ 2-ാം സങ്കീർത്തനം വായിച്ചു. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നത് എന്താ? ആർക്കൊക്കെയാ പറഞ്ഞേ? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തർക്കും വിരോധമായി ആരൊക്കെയാ?
ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും തമ്മിൽ കൂടിയാലോചിക്കുക. ജീസസ്, സ്തോത്രം. യഹോവയ്ക്കും അഭിഷിക്തർക്കും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും തമ്മിൽ കൂടിയാലോചിക്കുക. എന്താ പറഞ്ഞേ? നാം ഇവരുടെ കെട്ടുകളെ പറഞ്ഞേ. നാം ഇവരുടെ കെട്ടുകളെ പൊട്ടിക്കണം. ഏതായി കെട്ട്? നമ്മൾ പറയുന്ന പോലുള്ള ബന്ധനവും കെട്ടുകൊന്നും അല്ലിത്. ഐക്യതയുടെ കെട്ട്, സ്നേഹത്തിന്റെ കെട്ട്, പ്രാർത്ഥന. ദൈവം നമുക്ക് ചുറ്റും ഒന്ന് വേലി കെട്ടിയിട്ടുണ്ടെന്ന്. ഇതിനെ തകർക്കാൻ പിശാച് ആഗ്രഹിക്കുന്നത്. നിന്റെ ആരാധന ഇല്ലാതാക്കാൻ അവൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പാടുമ്പോൾ ഇങ്ങനെ പാടും, എന്റെ ആരാധന കുറയുകയില്ല, ആനന്ദം മാറിപ്പോകത്തില്ലെന്നൊക്കെ പറയും. സ്തോത്രം. അപ്പൊ ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും ആലോചിക്കുന്നത് ഇവരുടെ കെട്ടിനെ പൊട്ടിക്കണം. ദൈവം കെട്ടിയിരിക്കുന്ന സംരക്ഷണ വലയം, പ്രാർത്ഥന, ഐക്യത, ഇതിനെ പൊളിച്ചു കളയണമെന്ന്. മനസ്സിലായില്ല? മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോകുമ്പോൾ ദൈവമായിട്ട് 40 ദിവസം സംഭാഷിച്ചതിന് ശേഷം താനായി തന്നെ ദൈവം കൈകൊണ്ടെഴുതിയ കൽപ്പലകവുമായി ഇറങ്ങി വരുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ ജനത്തെ എങ്ങനെ കണ്ടെന്ന് എഴുതിയേക്കുന്നത്? കെട്ടഴിഞ്ഞവരായി കണ്ടു. നോക്കിക്കേ, ജനം എങ്ങനെ കണ്ടു? ജനത്തെ കെട്ടഴിഞ്ഞവരായി കണ്ടു. കെട്ടിയിട്ടിട്ടൊന്നുമല്ല മേലോട്ട് പോയത്, പ്രമാണത്തിന്റെ കെട്ടവരഴിച്ചെന്ന്. സ്തോത്രം. യാതൊരു വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് മേളിൽ ദൈവം തന്റെ കൈകൊണ്ട് കൽപ്പന എഴുതുമ്പോ താഴെ അതിനെ ജനം അഴിച്ചു കളഞ്ഞു. സ്തോത്രം. അപ്പൊ നോക്ക്, നാം ഇവരുടെ കെട്ടുകളെ പൊട്ടിക്കണം. ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും ആലോചിക്കുന്ന ഇതാ, എന്നാൽ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുക. ദൈവം അല്ലെങ്കിൽ തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ദൈവത്തെ ആരാധിക്കാൻ ജനത്തെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ അവരെ തടയാൻ ഒരു ശക്തിയെയും വ്യക്തിയെയും ദൈവം അനുവദിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ആരാധന ഇല്ലാതാക്കാൻ, നിന്റെ ശുശ്രൂഷയെ ഇല്ലാതാക്കാൻ, നിന്റെ പാട്ടിനെ ഇല്ലാതാക്കാൻ, നിനക്ക് തന്ന ദൈവകൃപയെ കെടുത്തി കളയാൻ ഒരു ശക്തിയെയും വ്യക്തിയെയും ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിച്ചങ്ങ് ആമേൻ പറ. ഈ ആമേൻ പറയുമ്പോൾ നമുക്കത് വിടുതലായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെങ്കടലിന്റെ കര ജനം വന്ന് നിൽക്കുക. ചെങ്കടലിന്റെ കരയിൽ നിൽക്കുന്ന ജനത്തെ നോക്കി പുറകെ ആർത്തട്ടഹസിച്ച് പറഞ്ഞ ഫറവോൻ, അവനാകെ ഞെട്ടിപ്പോയി. കാരണം സ്തോത്രം, ഫറവോൻ പറഞ്ഞു, ഇവിടെ അങ്ങ് നിന്ന് ആരാധിക്കാന്, എവിടെ ആരാധിക്കണമെന്നും എങ്ങനെ ആരാധിക്കണമെന്നും പ്രമാണം ദൈവം തന്നിട്ടുണ്ട്. പ്രമാണപ്രകാരം ആരാധിച്ചാലേ വിടുതൽ ലഭിക്കത്തുള്ളൂ. ഈ ലോകത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ചാലും നിത്യതയിൽ പോകണമെങ്കിൽ വചനത്തിന്റെ പ്രമാണത്തിന് വേണ്ടി നിൽക്കണം. അതുകൊണ്ടാണ് പള്ളി പ്രമാണിയായ സ്തോത്രം നിക്കോദിമോസ് രാത്രിയിൽ യേശുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എനിക്ക് പോണം. സ്തോത്രം, ഞാൻ എന്തോ ചെയ്യണം? എന്താ പറഞ്ഞേ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണാൻ ആർക്കും കഴിയത്തില്ല. ഏത് വലിയ പ്രമാണിയാന്ന് പറഞ്ഞാലും, വയോധികനാ, ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യനാ, യേശുവിനെ ക്രൂശിൽ നിന്ന് ഇറക്കുമ്പോൾ ആ ബോഡി ഏറ്റുവാങ്ങാൻ നിൽക്കേണ്ടവനാ. പക്ഷെ തമ്പുരാൻ മുഖത്തു നോക്കി പറഞ്ഞു, നീ പുതിയതായി ജനിക്കണം. ഇന്ന് രാത്രി വിളിച്ചു പറയാം, 2 പ്രാവശ്യം ജനിച്ചവൻ 1 പ്രാവശ്യം മരിച്ചാൽ മതി. എത്ര പേർക്ക് മനസ്സിലായെന്നറിയത്തില്ല. വീണ്ടും ജനനം പ്രാപിക്കാത്തവന് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയത്തില്ലെന്ന്. പേരുകൊണ്ട് ക്രിസ്ത്യാനിയായാൽ നിത്യതയിൽ പോകത്തില്ല. വീണ്ടും ജനനം പ്രാപിക്കണം. അമ്മയുടെ ഉദരത്തിൽ പോയി ജനിക്കണോ? അല്ല, വെള്ളത്താലും. ഒന്ന് പറ സഹോദരങ്ങളെ, ഇപ്പൊ പരസ്യോഗം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. സ്വത്രം. അവിടെയാണ് ചേട്ടന്മാരൊക്കെ ഉടുത്ത മുണ്ട് ഉയർത്തി കൊടുത്ത് കൊമ്പ മീശയൊക്കെ പിരിച്ച് മുണ്ടൊക്കെ കഷത്തിലോട്ട് കയറ്റി ആ ചേട്ടന്മാരുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഇത് ഞാൻ വിശ്വസിക്കുന്നു. പണ്ട് ഞങ്ങളുടെ കല്ലിമല അപ്പച്ചൻ ചോദിച്ച പോലെ, സിസ്റ്റർ ബ്രദറാണോ എന്ന് ചോദിച്ചു. ആ, എന്താ
മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. സിസ്റ്റർ ബ്രദറാണോ? സ്തോത്രം. കാരണം ഇങ്ങനെ പറഞ്ഞു പറയിപ്പിച്ച് സ്തോത്രം പറഞ്ഞാൽ എങ്ങനെയാ പറ്റുന്നേ? സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി. ഞാനിങ്ങനെ പറയാൻ കാരണം ഈ വേദപുസ്തകത്തിന്റെ ആളുകളെ സുവിശേഷത്തിന്റെ സത്യങ്ങളെ കേട്ടിട്ട് അംഗീകരിക്കാൻ പറ്റാതെ ജീവിക്കുന്ന ദൈവം യേശുവാന്ന് പറഞ്ഞപ്പോൾ അതിന് വിരോധമായി പറയുകയും 17 വയസ്സ് വരെ മതപാഠശാല പഠിച്ച ഒരാളാണ് ഞാൻ. സ്തോത്രം. ഒത്തിരി ഇതിനെതിരെ പ്രതികരിച്ചതാ. സ്തോത്രം. ഒടുവിൽ ജീവിക്കുന്ന ദൈവം യേശുവാന്ന് പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ കഴിയാതെ വേദപുസ്തകത്തിന്റെ താളുകളെ തുറക്കപ്പെടുന്ന പുസ്തകം വലിച്ചു കീറി പരിക്കാനുള്ള സിമന്റ് തറയിലേക്കിട്ട് പാരകണ്ട ചെരുപ്പ് കിടന്ന് അതുകൊണ്ട് ചവിട്ടിയിട്ട് അതേ തുപ്പിയിട്ട് പറഞ്ഞു, യേശു ജീവനുള്ളവനെങ്കിൽ അവന്റെ ശക്തി ഒന്ന് കാണട്ടെന്ന്. ദൈവം ഒരു പിടിപിടിച്ചപ്പോ ഉലകത്തിന് ഒരു വ്യക്തിക്കും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. പല പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഏത് കരം കൊണ്ട് വേദപുസ്തകം വലിച്ചു കീറിയോ ആ കരം തളർന്ന്, ഏത് കാലുകൊണ്ട് ചവിട്ടിയോ ആ കാല് തളർന്ന്, ഏത് നാവ് കൊണ്ട് തുപ്പിയോ ആ നാവ് താണ് ലോകം കൈവിട്ടെന്ന് എന്റെ യേശു രക്ഷിച്ചു. തെരുവിൽ നിന്നുകൊണ്ട് വചനം പ്രഘോഷിപ്പിക്കുന്ന നാഷണൽ ഗോസ്പൽ ഫോഴ്സ് എന്ന് പറയുന്ന ടീമിന്റെ പ്രവർത്തകർ കടന്നു വന്ന് പ്രാർത്ഥിച്ചതിന്റെ പരിണിത ഫലമോ ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. എന്റെ വിടുതൽ കണ്ടപ്പോൾ ആരാധനയുടെ നടുവിൽ എന്നെ സൗഖ്യമാക്കിയ എന്റെ ദൈവം, ആരാധനയുടെ നടുവിൽ എന്റെ നാവിനെ തുറന്ന എന്റെ ദൈവം. അതുകൊണ്ട് ഞാൻ പറയും, ആത്മീയ ആരാധനയുടെ നടുവിൽ ബന്ധനങ്ങൾ അഴിയും. സ്തോത്രം. ഈ കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടി രണ്ടാം വരെ കാത്തിരിക്കുന്നവരാ നമ്മള്. പക്ഷെ ഒന്ന് വിശ്വസിക്കാതെ ഈ വരവിനെ എങ്ങനെയാ വിശ്വസിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, പുതിയതായി നീ ജനിക്കണം. ലോകം കൈവിട്ടേന്ന് ആശ്രയ സ്ഥാനങ്ങൾ അറ്റുപോയി. ജാതകത്തിൽ ആ പ്രായം വരെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ 88 വയസ്സ് കഴിഞ്ഞ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥയണച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഞങ്ങളുടെയൊക്കെ ജാതകത്തെ ദൈവം തിരുത്തി എഴുതി. ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ തന്നെ നിന്നാ സംസാരിക്കുന്നത്. സ്തോത്രം. വാഗോടി സംസാരശേഷി നഷ്ടപ്പെട്ട് മുടിയും കൊഴിഞ്ഞ് കൈകാലുകൾ 3.5 മാസം കഴിഞ്ഞപ്പോൾ ഇടത് കൈയും ഇടത് കാലും ശോഷിച്ചു. സ്തോത്രം. മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ച്, ജയഭാരത്തിൽ നിന്ന് ഉപേക്ഷിച്ച് ആശ്രയ സ്ഥാനങ്ങൾ അറ്റുപോയി. ഭഗവാനെ ഇതിന്റെ ജീവനെ അങ്ങ് എടുക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എന്റെ അമ്മ എല്ലാം ചെയ്തു തരുന്ന അമ്മയാ. സ്തോത്രം. എന്നാൽ അഭിഷിക്തന്മാർ വന്ന് കിടക്കയ്ക്ക് ചുറ്റും നിന്നുകൊണ്ട് കരം കോർത്ത് പിടിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ ബന്ധനങ്ങളെ അഴിക്കുന്ന, കെട്ടുകളെ അഴിക്കുന്ന, വിടുവിക്കാൻ കഴിയുന്ന ഹല്ലേലൂയ സർവശക്തനായ ദൈവം, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭുവായ എന്റെ യേശു ആരാധനയുടെ നടുവിൽ തൽക്ഷണം ഞാൻ എഴുന്നേറ്റ് യേശു ഭഗവാൻ ജീവിക്കുന്നത് പറഞ്ഞ് അന്ന് എഴുന്നേറ്റതാ. ആരും വളർത്തിയതല്ല. സ്തോത്രം. ഒന്നിനകത്തും പ്രശംസിപ്പാനില്ല. ഭോഷത്വമായി തിരഞ്ഞെടുത്ത കർത്താവ്, കുലഹീനമായി തിരഞ്ഞെടുത്ത കർത്താവ്, നികൃഷ്ടമായതിനെ തിരഞ്ഞെടുക്കുന്ന ദൈവം. നമ്മുടെ ഇരിപ്പൊക്കെ കണ്ടാൽ ജ്ഞാനികളെ ലജിപ്പിക്കാൻ ദൈവം ആരെ തിരഞ്ഞെടുത്തു? പറഞ്ഞേ. ഭോഷത്വത്തെ, ബലഹീനതയെ, നികൃഷ്ടമായതിനെ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പൊക്കെ ഒന്ന് നോക്കിക്കേ. സ്തോത്രം. അന്ന് അവിടെ നിന്ന് എഴുന്നേറ്റതാ. അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, യേശു എന്ന പദം എൻ്റെ ആദരത്തിലെടുക്കലെന്ന് വെല്ലുവിളിച്ച് പറഞ്ഞ ഞാൻ അന്ന് യേശുവേ എന്ന് വിളിച്ച് രക്ഷപ്പെട്ടതാ. അന്ന് മുതൽ ഞാൻ പറഞ്ഞു, ഒരു സ്റ്റേജും കണ്ടുകൊണ്ടല്ല, ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടല്ല, ജീവൻ തന്ന കർത്താവിനെ മൈക്ക് പോലും ഇല്ലാതെ തെരുവിൽ ഉയർത്തിക്കൊണ്ട് അന്ന് ദൈവം തന്നതാ. 1/4 നൂറ്റാണ്ടായി, 25 വർഷമായി എന്റെ യേശുവിനെ ഉയർത്തുകയോ. എന്റെ പ്രിയ സഹോദരിയെ കുറിച്ച് പ്രിയങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. സ്തോത്രം. ഇറങ്ങി തിരിച്ച് അന്നത്തെ ബലം ഇന്നും എനിക്കുണ്ടെന്ന് പറയാൻ. സ്തോത്രം. ഹല്ലേലൂയ. നിലയ്ക്കാത്ത ശബ്ദമായി മാറട്ടെ. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ ക്രിസ്തുവിൽ പങ്കാളിയായി മാറുമെന്ന്. വിശ്വാസം ചോർന്നു പോകരുത്, പ്രത്യാശ ചോർന്നു പോകരുത്. നോക്കൂ, ജനത്തെ നോക്കി വിളിച്ചു പറയുക, ഫറവോൻ രക്ഷയില്ല, കാരണം ഇനിയും നിന്റെ മുമ്പിൽ ഒരു വഴിയില്ലെന്ന്. ഇന്ന് രാത്രി വിളിച്ചു പറയാം,
ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവന്റെ മുമ്പിലുള്ള വഴിയെ നിർണയിക്കുന്നത് ശത്രുവേ നീയല്ലോ. അവൻ പറയുക, ഇനി നിന്റെ മുമ്പിൽ ഒരു വഴിയില്ല. അന്നേ പറഞ്ഞതല്ലേ ഇവിടെങ്ങാണ് നിന്ന് ആരാധിച്ചാൽ മതിയെന്ന്. സ്വത്രം. പിന്നെ നിങ്ങൾ മാത്രം പുരുഷന്മാർ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞില്ലയോ? സ്തോത്രം. അടുത്ത് ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഇപ്പോൾ ചെങ്കടലിന്റെ മുമ്പിൽ ഭാരപ്പെട്ട് നിൽക്കുന്ന ദൈവജനത്തെ നോക്കി ശത്രു പറയും, ഇത് നിന്റെ ഒടുക്കമാ. പക്ഷെ തമ്പുരാൻ പറഞ്ഞില്ല, കുഞ്ഞെ, എന്നെ ആരാധിക്കാൻ അവൻ കുടുംബമായി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഒടുക്കം നിശ്ചയിക്കുന്ന നീ അല്ല. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമോ? നീ കാണാത്ത വഴി എനിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവന്റെ മുമ്പ് ഞാൻ തുറന്നിട്ടുണ്ട്. വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ചെങ്കടലിന്റെ മധ്യത്തിൽ പാത തുറന്ന ദൈവം അല്ല നിന്റെ ഒടുക്കം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ഒടുക്കം നിശ്ചയിക്കുന്നത് നീയല്ലോ. ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവരുടെ ദൂത പലരും നിന്റെ ഒടുക്കം കാണാൻ ആഗ്രഹിക്കുമ്പോ അവൻ പുറകെ വന്ന് പറഞ്ഞൊരു ദൂതുണ്ട്. അവൻ പറയാം നിന്റെ ഫിനിഷിംഗ് പോയിന്റാ. തമ്പുരാൻ പറഞ്ഞ അല്ല, ഇത് നിന്റെ ഫിനിഷിംഗ് പോയിന്റാ, അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാ. വിശ്വസിച്ചൊന്ന് ആമേൻ പറ. അല്ല, ഇത് നിന്റെ ഒടുക്കമെന്ന് അവൻ പറയുമ്പോ തമ്പുരാൻ അത് നിന്റെ ഒടുക്കമാ, അവന്റെ തുടക്കമായത്. ആരാധിക്കാൻ ഇറങ്ങിയവന്റെ അല്ല മുമ്പിലുള്ള വഴിയെ പിൻപറ്റി വരുന്ന ശത്രുവിന് കാണാൻ കഴിയത്തില്ലോ. ഹല്ലേലൂയ. ദൈവിക നിർണയത്തെ തടയാൻ ആർക്കും പറ്റത്തില്ല. സ്തോത്രം. നാറ്റം വച്ച ലാസർ മരിച്ചുപോയി, 4 ദിവസമായി കല്ലറയിലായി, ഇനി ഒരു രക്ഷയില്ലെന്നാ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. നാറ്റം വെച്ചു, 4 ദിവസമായി. സ്തോത്രം. ഇപ്പൊ കല്ലറയില്ല, പോയി അവൻ. അവനെ പന്തിയുടെ മുമ്പിൽ ഇരുത്തുക എന്നുള്ള ദൈവിക നിയോഗമാണെങ്കിൽ നാറ്റം വമിക്കുന്നിടത്തു നിന്ന് അവനെ എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുന്നുണ്ടോ? നാറ്റം വമിച്ചു കിടക്കുന്നിടത്തു നിന്ന് ദൈവിക നിർണയമുള്ളവനെ പന്തിയുടെ മുമ്പിൽ ഇരുത്തുക എന്നുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെങ്കിൽ അവനെ തടയാൻ ഈ ലോകത്തിൽ ഒരു കല്ലറയ്ക്കും കഴിയത്തില്ല, ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല. കാരണം അവനെ ക്രിസ്തുവിനോടൊപ്പം പന്തിയുടെ മുമ്പിൽ ഇരുത്തുക എന്നുള്ളത് ദൈവിക നിയോഗമാണെങ്കിൽ, നിർണയമാണെങ്കിൽ തടയാൻ ആർക്കും കഴിയില്ല. ജീസസ്. ഹല്ലേലൂയ. പാരമ്പര്യം ഒന്നും ഒരു വിഷയമല്ല. 3.5 വർഷം യേശുവിനോടൊപ്പം നടന്ന സർട്ടിഫിക്കറ്റ് പോക്കറ്റിലുള്ള യൂദ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവനാ, അനുഭവിച്ചവനാ, കൂടെ നടന്നവനാ, പണസഞ്ചി കയ്യിലുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, കൂടെ നടന്നവനാ, ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ചവനാ. അവനറിയാം ഒന്നും സംഭവിക്കത്തില്ലെന്ന്. ഈ ചിന്താഗതിയാ തെറ്റിപ്പോയത്. 3.5 വർഷം കൂടെ നടന്ന സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കുമ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് തല തിരിഞ്ഞു പോയി. സ്തോത്രം. 1 സെക്കൻഡ് കൊണ്ട് 30 വെള്ളിക്കാശിന് ഒരു ചുംബനത്താൽ പ്രാണപ്രിയനെ ഒറ്റിക്കൊടുത്തിട്ട് കെട്ടിഞ്ഞോന്ന് ചാകുമ്പോൾ 3.5 വർഷത്തെ പഴക്കം അവന് പറയാനുണ്ട്. ക്രിസ്തുവിനോടൊപ്പം നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട പണസഞ്ചി സൂക്ഷിച്ച യൂദ ഒരു ചുംബനത്താൽ ഒറ്റിക്കൊടുത്തിട്ട് സെക്കൻഡ് കൊണ്ട് കെട്ടിഞ്ഞാന്ന് ചത്ത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നരകത്തിലേക്ക് പോയപ്പോൾ ക്രൂശിൽ കിടന്ന ഒരു കള്ളനെ നോക്ക്. ജീവിച്ച നാളുകൾ മുഴുവൻ കൊടും കുറ്റവാളിയായി ജീവിച്ച്, പെരുങ്കള്ളനായി ജീവിച്ച്, പക്ഷെ നിർണായക നിമിഷമായപ്പോൾ, പാപത്തെ കുറിച്ചുള്ള ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ, ദൈവപുത്രനെ ഒന്ന് അറിഞ്ഞപ്പോൾ സെക്കൻഡ് കൊണ്ട് നാട്ടുകാർ പറഞ്ഞു പെരുങ്കള്ളനാ, ക്രൂശേ കയറി, ഇനിയും നരകത്തിലേക്കാ പോകത്തുള്ളൂ. പക്ഷെ തമ്പുരാൻ പറഞ്ഞില്ല, അവൻ എന്റെ കൂടെ പറുദീസയിലേക്ക് കയറുക. ഇന്ന് രാത്രി വിശ്വസിക്ക, ഒറ്റ സെക്കൻഡ് കൊണ്ട് പെരുങ്കള്ളനായവനെ പറുദീസയിലെത്തിക്കാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഒരു നിമിഷം കൊണ്ട് നിന്റെ പാപങ്ങള് എത്ര കടുഞ്ചുമപ്പായിരുന്നാലും അതിനെ കഴുകി കളഞ്ഞിട്ട് നിന്നെ രൂപാന്തരത്തിലേക്ക് നയിച്ച് സെക്കൻഡ് കൊണ്ട് നിന്നെ കൈക്കൊള്ളുവാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് രാത്രി ദേശത്ത് വന്നിട്ടുണ്ട്. ആ ദൈവത്തിലങ്ങ് വിശ്വസിക്കാമോ? സ്തോത്രം. ദൈവത്തിന്റെ വിടുതലിൽ ഒന്ന് വിശ്വസിക്കാമോ?
സ്തോത്രം. ദൈവത്തെ വിശ്വസിക്കാതെ പിന്നെ രണ്ടാമത്തെ വരവിനെ എങ്ങനെ വിശ്വസിക്കും? പിന്നല്ലയോ. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യം ദൈവത്തിന്റെ അടുക്ക വരുന്ന ദൈവം ഉണ്ടെന്നങ്ങ് അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? ഇത്രയും അനുഭവത്തിലൂടെ ഇസ്രായേൽ ജനത്തെ നടത്തിയ ദൈവം എല്ലാം കൊടുത്തു, മന്ന കൊടുത്തു, എല്ലാം കൊടുത്തു. പക്ഷെ ഒരു വൈദ്യനെ മാത്രം അവർക്ക് കൊടുത്തില്ല. എല്ലാം കൊടുത്ത ദൈവം കഴിക്കാനും കുടിക്കാനും. നോക്കിക്കേ, 1-ാം വയസ്സിൽ ഇട്ടുകൊടുത്ത ഉടുപ്പ് 40-ാമത്തെ വയസ്സിലിട്ട് എല്ലാം കൊടുത്ത ദൈവം ഒരു ഡോക്ടറെ അവർക്ക് കൊടുത്തില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ വിടുവിക്കുന്ന ദൈവമാ, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയായി നിങ്ങളുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അത്ഭുതം ചെയ്യുന്ന ദൈവമായി നിങ്ങളുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കും? ആ കർത്താവ് പറഞ്ഞു, എന്റെ അടിപ്പിണരുകളോ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. രാത്രി ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? രോഗത്തിന്മേൽ അധികാരമുള്ളവൻ, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരമുള്ളവൻ. നോക്കിക്കേ, മത്തായി 8:1 മുതൽ 17 വരെ വായിക്കുമ്പോൾ, സ്തോത്രം, നിങ്ങളത് ധ്യാനിച്ച് വായിച്ച, കുഷ്ഠം ബാധിച്ചവനെ സൗഖ്യമാക്കി, പക്ഷപാതക്കാരനെ സൗഖ്യമാക്കി. സ്തോത്രം. അടുത്തത് പത്രോസിന്റെ അമ്മായിയമ്മയുടെ പനിയെ സൗഖ്യമാക്കി, ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കി. അതിന്റെ 16-17 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. എടുത്തിട്ടുള്ള ഒരു വായിച്ചോ, മത്തായി 8:16-17. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ വാക്കുകൊണ്ട് ദുരാത്മാവിനെ സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ എന്ത് ചെയ്തു? വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. പ്രൈസ് ദി ലോർഡ്. രോഗത്തിന്റെ മേൽ അധികാരമുള്ളവൻ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 8:21, മർക്കോസ് 4:35 പറഞ്ഞു, പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനവന്. സ്തോത്രം. 9 ഗോത്രം ഇക്കരെ, നദി കടന്ന് 2.5 ഗോത്രം അക്കരെ. സന്ധ്യയായപ്പോൾ യേശു പറഞ്ഞു, ബാ നമുക്ക് അക്കരയ്ക്ക് പോകാം. ഭൂതം ബാധിച്ചവനെ തേടി യേശു പടകിൽ പോകുന്നു. നോക്കുക, യേശു യാത്ര ചെയ്ത പടകിൽ മറ്റു ചെറുപടകളും കൂടെയുണ്ട്. ഒറ്റ പടകിലും ഇല്ലാത്ത പ്രതികൂലം, കൊടുങ്കാറ്റ്, തിരമാലകൾ യേശുവുള്ള പടകിൽ ആഞ്ഞടിച്ചു. എന്നാൽ എനിക്കൊരു ധൈര്യം, അത് ഞാൻ പറഞ്ഞതാ. സ്തോത്രം. എനിക്കൊരു ധൈര്യം അതിൽ വന്നതാ. ഇക്കരെ വെച്ച് യേശു ഒരു കാര്യം പറഞ്ഞു, ബാ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് ഇക്കരെ വെച്ച് പറഞ്ഞവൻ പടകിലുണ്ടെങ്കിൽ കടന്നു വരുന്ന പ്രതികൂല കാറ്റുകൾക്കോ തിരമാലകൾക്കോ കൊടുങ്കാറ്റുകൾക്കോ ഒന്നും നിന്റെ പടകിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അക്കരെ എത്തിക്കാമെന്ന്? ഇക്കരെ വെച്ച് വാക്ക് പറഞ്ഞവൻ പടകിൽ ഉള്ളിടത്തോളം കാലം തിരമാല ഇല്ലെന്നല്ല, കൊടുങ്കാറ്റില്ലെന്നല്ല, പേമാരി ഇല്ലെന്നല്ല, നിലവിളി ഉയർന്നു. പക്ഷേ ഇക്കരെ വെച്ചൊരു ദൂത് പറഞ്ഞു, അക്കരയ്ക്ക് പോകാൻ ഞാനുമുണ്ട്. പടകിൽ യേശു ഉണ്ടെങ്കിൽ, യേശു ജീവിതയാത്രയിൽ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും പാതി വഴിയിൽ ഇല്ലാതായി പോത്തില്ല. അവിടെ എഴുതിയിരിക്കുന്നു, എതിരായി ആഞ്ഞടിച്ച കൊടുങ്കാറ്റിന് യേശു പറഞ്ഞു, കാറ്റേ അടങ്ങുക, കടലേ. സ്തോത്രം. നോക്കിക്കേ, പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനായ യേശു. സ്തോത്രം. മത്തായി 8:28 സ്തോത്രം 32 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഭൂതത്തിന്റെ മേൽ അധികാരമുള്ളവൻ. നോക്കിക്കേ, രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്, പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്, ഇതാ ഭൂതത്തിന്റെ മേൽ അധികാരം. ഗദരദേശത്ത് ഒരു മനുഷ്യന്റെ ശരീരത്തെ 6000 പൈശാചിക ശക്തി കുടിയിരിക്കുക. തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ച് ആത്മഹത്യ പ്രവണതയുള്ള ആ വ്യക്തി, വീട്ടിൽ കിടക്കാത്തവൻ, കാട്ടിലും കല്ലറയിലും കിടക്കുന്നവൻ, അപ്പനും അമ്മയുമായി കൂടപ്പരപ്പങ്ങളുമായി ബന്ധമില്ലാത്തവൻ, കുടുംബമായി ബന്ധമില്ലാത്തവൻ, എല്ലാം നശിച്ച് പൈശാചിക ബന്ധനത്താൽ തകർക്കപ്പെട്ടവനായി, ചങ്ങലകൾ കൊണ്ട് പോലും അവനെ ഒതുക്കാൻ കഴിയാതെ കാട്ടിലും കല്ലറയിലും കിടക്കുമ്പോൾ 6000 ഭൂതം ബാധിച്ചവനെ നോക്കി യേശു അവനിലുള്ള ദുരാത്മാവിനോട് പറഞ്ഞു,
അവനെ വിട്ടുപോകാം. 6000 എണ്ണം ഒന്നിച്ച് കൂട്ടം കടുംതൂക്കത്തോടെ പന്നികളുടെ മേൽ നിന്ന് സമുദ്രത്തിലേക്ക് വീണ് ചത്തില്ലാതായി. പ്രിയരെ, രോഗത്തിന്റെ മേൽ മാത്രമല്ല, പ്രകൃതിയുടെ മേൽ മാത്രമല്ല, ഭൂതത്തിന്റെ മേലും അവൻ അധികാരമുള്ളവനായി. ഇന്ന് രാത്രി അധികാരമുള്ള യേശു നമ്മുടെ നടുവിലുണ്ട്. സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 11:43, ലൂക്കോസ് 7:11 വായിക്കുമ്പോൾ മരണത്തിന്മേൽ അധികാരമുള്ളവനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. നാറ്റം വച്ച ശരീരത്തിന് ജീവൻ കൊടുത്ത പന്തിയുടെ മുമ്പിൽ ലാസറിനെ ഇരുത്തുമ്പോൾ ലൂക്കോസ് 7:11 പറയുന്നു, നയീൻ എന്ന പട്ടണത്തില് വിധവയായ സഹോദരിയുടെ ഏകമകൻ മരിച്ചുപോയി. കാണാൻ കഴിയുന്നത് ആ വിലാപയാത്ര സെമിട്രിയിലേക്ക് പോകുമ്പോൾ അതിന്റെ മധ്യത്തിൽ വെച്ച് യേശു ആ മരണത്തെ ജീവനാക്കി മാറ്റി. ലോകം വിധിച്ചതിനെ, നാട്ടുകാർ വിധിച്ചതിനെ, മരണത്തിന് അധീനനായി പോയതിനെ മരണത്തിന് വിടുവിച്ച് മരണത്തിന്റെ മേൽ അധികാരമുള്ള യേശു. ജീസസ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അർത്ഥാൽ ഏത് പ്രശ്നത്തിനും പരിഹാരം യേശുവാണെന്ന്. ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന സർവ പ്രശ്നത്തിനും പരിഹാരം ആരാ എന്ന് പറഞ്ഞേ. എൻ്റെ പ്രശ്നത്തിന് എൻ്റെ യേശു പരിഹാരം തരും. അതരം തുറന്നൊന്ന് പറയാമോ? ആ ഫെയ്ത്തിനെ ഒന്ന് ഡിക്ലെയർ ചെയ്യാവോ? വിശ്വാസത്തെ ഒന്ന് പ്രഖ്യാപിക്കാമോ? സ്തോത്രം. അങ്ങനെ പറഞ്ഞാലേ വിടുതൽ സംഭവിക്കത്തുള്ളൂ കേട്ടോ. സ്തോത്രം. അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നടന്നാൽ വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല. മാർക്കോസ് 5-ാം അധ്യായം നമുക്ക് വായിക്കാൻ കഴിയുന്നത്, ആ 12 വർഷക്കാലം രക്തസ്രാവമുള്ള സ്ത്രീ എങ്ങനെയാ പറഞ്ഞെന്നറിയാവോ? യേശുവിനെ കുറിച്ച് വർത്തമാനം കേട്ടതാ. അവൾ എന്ത് ചെയ്യുന്നറിയോ? യേശുവിനെ തൊടണ്ട, പക്ഷെ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ എന്ന് പറഞ്ഞാട്ടെ. അവൾ പറഞ്ഞുകൊണ്ട് പോയത് എന്താണെന്നറിയാമോ? സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവൾക്ക് വരാൻ പറ്റത്തില്ല, മാത്രമല്ല ഏകയായി പോയി താമസിക്കുക. 12 വർഷമായിട്ട് ജീവൻ നഷ്ടപ്പെടുക, രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അവൾ നടന്നു പോകുന്ന വഴി പറഞ്ഞൊരു കാര്യമുണ്ട്, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. ഇന്ന് രാത്രി രക്ഷ വേണമെങ്കിൽ വിശ്വാസത്തോടുകൂടി നീ യേശുവിന്റെ അടുക്കലേക്ക് പോ. അവനിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. ആത്മരക്ഷ യേശുവിലൂടെയുള്ളൂ. വിശ്വസിക്കാൻ പറ്റുമോ? രോഗസൗഖ്യം യേശുവിലൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പാപക്ഷമ യേശുവിലൂടെയുണ്ട്. ശാപത്തിൽ നിന്നുള്ള വിടുതൽ യേശുവിലൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവൾ നടന്നു വരുന്ന വഴി വിളിച്ചു പറഞ്ഞുകൊണ്ട് വരികയാ, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രക്ഷ പ്രാപിക്കാൻ ഒറ്റ നാമമേ ഉള്ളൂ, യേശുവിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. ആ നയീൻ എന്ന പട്ടണത്തിലെ ആ സാധു സ്ത്രീയെ നോക്ക്. കൂട്ടാളി നഷ്ടപ്പെട്ട്, ഏക കുഞ്ഞും നഷ്ടപ്പെട്ട് വേദനയോടുകൂടി സെമിട്രിയിലേക്ക് പോ. സെമിട്രിയിൽ തണ്ട് ഒരു കൂട്ടം കാത്തു നിൽക്കുക, കുഴിയെടുത്തിട്ട്. അവർക്ക് എങ്ങനെയെങ്കിലും ആ കൊച്ചനെ ഇതിനകത്ത് കൊണ്ടൊന്ന് മൂടിയിട്ടിട്ട് അവർക്ക് വീട്ടിൽ പോയാൽ മതിയെന്നും പറഞ്ഞ് കുഴിയും തുറന്നു വെച്ചിരിക്കുന്ന ഒരു കൂട്ടർ. മഞ്ചം ചുമക്കുന്ന ഒരു കൂട്ടരെ കണ്ടോ? എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് ആ കുഴിക്കകത്തോട്ടൊന്ന് തള്ളിയിട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടർ. എങ്ങനെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചിരുന്ന വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന കുറെ പേര്. സ്തോത്രം. രാത്രി വിളിച്ചു പറയാം, പക്ഷെ തൻ്റെ ഓമന കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന നിങ്ങൾ നോക്കിക്കേ. സകലതും നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ഒരു ദൂതൂടെ ഇതിനകത്ത് നിങ്ങളോട് പറയാം. ഇതൊരക്ഷരീയ മരണമായി ഇവിടെ കണ്ടത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ആത്മീയ മരണം കണ്ടുകൊണ്ട് കരയുന്ന ഒത്തിരി അമ്മമാർ ഇതിനകത്തുണ്ട്, ഒത്തിരി അപ്പന്മാർ ഇതിനകത്തുണ്ട്. തലമുറകളുടെ ആത്മീയ മരണം. സ്തോത്രം, സ്തോത്രം. അവരെ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു കൂട്ടരുണ്ട് കേട്ടോ, അവരെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു കൂട്ടരുണ്ട്. ഒരുപക്ഷേ നമ്മുടെ തലമുറകളെ വഹിച്ചുകൊണ്ട് പോകുന്നത് മ്ലേച്ഛതയുള്ള കൂട്ടുകാരായിരിക്കാം, മദ്യമായിരിക്കാം, ആകാത്ത അരുതാത്ത ബന്ധങ്ങളായിരിക്കാം, ഇന്റർനെറ്റ് ആയിരിക്കാം,
മൊബൈലായിരിക്കാം, എന്തുമായിക്കോട്ടെ, നിന്റെ തലമുറയെ ചുമന്നുകൊണ്ട് പോകുന്ന ആ മഞ്ചമുണ്ടല്ലോ, കർത്താവ് ആ മഞ്ചത്തിലൊന്ന് തൊട്ടു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ തലമുറയെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാൻ, കുഴിക്കകത്തേക്ക് കൊണ്ടിടുവാൻ, ജീവനെ നഷ്ടപ്പെട്ടവനെ പോലെ, ഒന്നും അറിയാത്തവനെ പോലെ മഞ്ചത്തിൽ ചുമന്നുകൊണ്ടു പോകുന്ന ഒരു കൂട്ടരുണ്ട്. അത് അരുതാത്ത കൂട്ടുകാരാണേലും, ആകാത്ത ബന്ധമാണേലും, മദ്യമാണേലും, മയക്കുമരുന്നാണേലും, ഒരുപക്ഷെ പന്തലിനകത്തോ പുറത്തോ ഇരിക്കുന്ന സ്നേഹിതരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള ചില മഞ്ചങ്ങളുണ്ട്. എന്നാൽ എൻ്റെ യേശു നിന്റെ വേദനകളെ അറിയുന്നവനോ, നിന്റെ നൊമ്പരങ്ങളെ അറിയുന്നവനോ, നിന്റെ ഭാരങ്ങളെ അറിയുന്നവനോ, നിന്റെ കൈപ്പേറിയ കണ്ണുനീർ അറിയുന്നവനോ. കുഴിയെടുത്തിരിക്കുന്നവർക്ക് ഒറ്റ ആഗ്രഹം, കുഴി കൊണ്ടിട്ട് മൂടണം. ചുമക്കുന്നവർക്ക് ഒറ്റ ആഗ്രഹം, കുഴിയിലോട്ട് കൊണ്ടൊന്ന് എറിയണം. സ്തോത്രം. കൂടെ നടക്കുന്നവർക്ക് ഒറ്റ ആഗ്രഹം, ഈ വിലാപയാത്ര എത്രയും വേഗം ഒന്ന് തീരണം. പക്ഷെ ചങ്കു പൊട്ടിക്കരയുന്നവർക്കൊരാഗ്രഹം, എൻ്റെ കുഞ്ഞാ നഷ്ടപ്പെട്ടത്, എൻ്റെ തലമുറയാ നഷ്ടപ്പെട്ടത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ തലമുറയുടെ നഷ്ടത്തെ ഓർത്ത മഞ്ചത്തിൽ ചുമന്നു കൊണ്ടുപോക, നാശത്തിലേക്ക് കൊണ്ടുപോക, തകർച്ചയിലേക്ക് കൊണ്ടുപോക, ഇല്ലായ്മയാക്കാൻ കൊണ്ടുപോക, എന്നേക്കും നിന്റെ കയ്യിൽ നിന്ന് അന്യപ്പെടുത്താൻ കൊണ്ടുപോക. എന്നാൽ പാതി വഴിയിൽ എന്റെ യേശു വന്നു, ജീവന്റെ ദാതാവ്, സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ, മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ, കണ്ണുനീര് കാണുമ്പോൾ മനസ്സറിയുന്നവൻ, സാധുക്കളെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത എന്റെ യേശു പാതി വഴിയിൽ മഞ്ചത്തിൽ തൊട്ടു. ചുമക്കുന്നവർ നിന്നു. നാശത്തിലേക്ക് കൊണ്ടിടാൻ പോവാ, ഇല്ലായ്മയാക്കാൻ പോകാ. ഒരിക്കലും നിന്റെ കയ്യിലേക്ക് ഇനി തിരികെ വരാതെ എന്നേക്കും അതിനെ ഇല്ലായ്മയാക്കാൻ പോകാ. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, നീ ഇനി കരയണ്ട, നീ കരയണ്ട. ഇനി ഒരടി പോലും നിന്റെ തലമുറയെ കൊണ്ട് ഇവര് മുന്നോട്ട് പോകാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ അത് ഊതേറ്റെടുക്കുന്നുണ്ട്? ഈ പാപം, ഈ ശാപം, ഈ മദ്യപാനം, ഈ പുകവലി, ഈ ആകാത്ത ബന്ധം ഇനിയും നിന്റെ തലമുറയെ ചുമന്നുകൊണ്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ കരയരുത്. യേശു മഞ്ചത്തിൽ തൊട്ടു, ചുമക്കുന്നവർ നിന്നു, മരിച്ചവൻ എഴുന്നേറ്റു. ഞാനിന്ന് വിശ്വസിക്കുന്നു 2024 തീരാൻ പോവുക. ഇനി ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. തലമുറകളെ ഓർത്ത് കരയുന്നവരോട് ദൂത്. ആരംഭത്തിലെ പറഞ്ഞു, നീ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചെങ്കിൽ നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും നിന്റെ തലമുറയുടെ മുമ്പിലുള്ള വഴിയെ ശത്രുവിന് കാണാൻ കഴിയത്തില്ല. രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്നേക്കും നാശത്തിലേക്ക് കൊണ്ടിടാൻ അതിനെയും വഹിച്ചു കൊണ്ടുപോകുന്ന മഞ്ചത്തെ യേശു തൊട്ടപ്പോൾ ചുമക്കുന്നവർ നിന്നെങ്കിൽ രാത്രി വിശ്വസിച്ചോ, നിന്റെ തലമുറയെ നാശത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ബന്ധങ്ങളുണ്ടല്ലോ, ആ കൂട്ടുകാരുണ്ടല്ലോ, ആ മഞ്ചമുണ്ടല്ലോ, ഇന്ന് രാത്രി ഈ വിടം കൊണ്ട് അവസാനിക്കുമെന്ന്, ഈ സെക്കൻഡിൽ ദൈവം അതിനെ ബ്ലോക്ക് ചെയ്യുമെന്ന്. യെസ്, കരമടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഞാനത് വിശ്വസിക്കുന്നതൊന്ന് പറ. എന്റെ തലമുറ ഇനിയും നാശത്തിലേക്ക് കൊണ്ടുപോകാൻ, പാപത്തിലേക്ക് കൊണ്ടുപോകാൻ, മരണത്തിലേക്ക് കൊണ്ടുപോകാൻ, നിത്യനിന്ദയിലേക്ക് കൊണ്ടുപോകാൻ ഇനിയും അതിനെ എന്റെ യേശു അനുവദിക്കത്തില്ലെന്ന് വിശ്വസിച്ചേറ്റെടുക്ക. സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെട്ടവരുടെ കയ്യിലേക്ക് ദൈവം അവനെ തിരികെ നൽകി. മരണത്തിന് മേൽ അധികാരമുള്ളവൻ, നോക്കിക്കേ, രോഗത്തിന്റെ മേൽ അധികാരമുള്ളവൻ, പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, ഭൂതത്തിന്റെ മേൽ അധികാരമുള്ളവൻ, മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ. മത്തായി 9:6 വായിച്ച്. മത്തായി 9:6. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 6-ാം വാക്യം.
എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ ആ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ നോക്കിക്കേ, അറിയേണ്ടതിന് പാപത്തിന്റെ മേൽ അധികാരമുള്ളവൻ, പാപം മോചിച്ചു തരുവാൻ. നമുക്കറിയാം എല്ലാവരും പാപികളാ, പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയവരാ. എന്നാൽ പാപത്തിന് മോചനം യേശുവിന്റെ രക്തത്തിലൂടെ മാത്രമേ ഉള്ളൂ. രാത്രി വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ പാപം എത്ര കടുംചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും. രക്താംബരം പോലെയാണെങ്കിലും അത് പഞ്ഞി പോലെയായി തീരും. എത്ര കൊടിയ പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, നീ പാപത്തിന്റെ കീഴിലാണെങ്കിലും, ശാപത്തിന്റെ കീഴിലാണെങ്കിലും, പൈശാചിക ബന്ധനത്തിന്റെ കീഴിലാണെങ്കിലും, മാരക രോഗത്തിന് അടിമയാണെങ്കിലും, സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരമുള്ള എന്റെ യേശു ഇന്ന് രാത്രി ഇവിടെ നടകൊള്ളുന്നുണ്ട്. ആ യേശു പറഞ്ഞു, രോഗത്തിന്റെ മേൽ എനിക്ക് അധികാരമുണ്ട്, പ്രകൃതിയുടെ മേൽ എനിക്ക് അധികാരമുണ്ട്, ഭൂതത്തിന്റെ മേൽ അധികാരമുണ്ട്, മരണത്തിന്റെ മേൽ അധികാരമുണ്ട്, പാപത്തിന്റെ മേൽ അവന് അധികാരമുണ്ട്. പാപങ്ങളെ മായ്ച്ചു തരുവാൻ അധികാരമുള്ള നാമമാ യേശുവിന്റെ നാമം. അതുകൊണ്ടാണ് ഈ നാമത്തിന് ഫിലിപ്പിയ ലേഖനം 2:6 പറയുന്നത്, എല്ലാ നാമത്തിലും പറഞ്ഞേ, ഒത്തിരി നാമമുണ്ട്, പക്ഷെ സകല നാമത്തിലും മേലായ നാമമാ യേശുവിന്റെ നാമം. ഈ നാമം എവിടെയൊക്കെ ഉയർത്തുന്നുണ്ടോ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നു ഫിലിപ്പിയർ 2:6, എല്ലാ നാമത്തിലും മേലായ നാമം മാത്രമാണോ? സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന നാമം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. എല്ലാ മുട്ടും മടങ്ങുന്ന ഒരു നാമമുണ്ട്. 3 ലോകം മുട്ടുമടങ്ങുന്ന ഒരു നാമമോ യേശുവിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സകല നാമത്തിലും മേല. അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുത്തനിലും. പറഞ്ഞേ, ഉറക്കെ പറ, ആധാരം തുറന്നങ്ങ് പറ. രക്ഷയ്ക്കായി ഒത്തിരി ഇടങ്ങളിൽ ആശ്രയിച്ചവരാ. പക്ഷെ വേദപുസ്തകം പറയുന്നു, എല്ലാ നാമത്തിലും മേലായ നാമം, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഏത് മുഴങ്കാലും മടങ്ങുന്ന നാമം യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു 4:12, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ, രക്ഷപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മീതെ പറഞ്ഞേ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഹല്ലേലൂയ. രക്ഷപ്പെടുവാനുള്ള ഏകനാമം യേശുവിന്റെ നാമമാ. പ്രൈസ് ദി ലോർഡ്. ഈ നാമത്തിൽ വിടുതലുണ്ട്. ഈ നാമത്തിന്റെ ശക്തി അകത്ത് വന്നു കഴിഞ്ഞാൽ ഈ നാമം നമ്മൾ പറയും. ഹല്ലേലൂയ. പത്രോസ് പറയും, കൂടെ നടന്നപ്പോൾ പലപ്പോഴും എനിക്ക് പറയാൻ കഴിഞ്ഞില്ല, പക്ഷെ മർക്കോസിന്റെ മാളിക മുറിയിൽ ആ ശക്തി വന്നപ്പോൾ എന്താ പറയാൻ പറ്റാത്തതെന്ന് അറിയാമോ? ശക്തി ഇല്ലഞ്ഞിട്ട്. പലർക്കും പറയാൻ പറ്റാത്ത എന്താ? നിങ്ങളിങ്ങനെ ഇരിക്കുകയാണോ? പലർക്കും പറയാൻ പറ്റാത്ത എന്താ? 3.5 വർഷം കൂടെ നടന്ന പത്രോസിന് ആദ്യം പറയാൻ പറ്റിയില്ല, നീയും അവന്റെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ പറയാൻ പറ്റിയില്ല, കാരണം ശക്തിയില്ല. പക്ഷേ മാർക്കോസിന്റെ മാളിക മുറിയിൽ പകർന്ന ശക്തി ഇവന്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തി 2 ഈ ശക്തി ഇവനങ്ങ് പ്രാപിച്ചു. എന്നിട്ട് 3-ാം അധ്യായത്തിലോട്ട് വരുമ്പോ ഈ ശക്തിയും കൊണ്ട് നേരെ അങ്ങോട്ട് പോയി, പത്രോസ് യോഹന്നാനും കൂടെ. എന്നിട്ട് പോയിട്ട് സ്തോത്രം 3:6 സ്തോത്രം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്ക് നോക്കിക്കേ, അവിടെ വഴിയിലിരിക്കുന്ന ഒരു മുടന്തനെ കണ്ടു. സ്തോത്രം. ശക്തിയുള്ളവൻ
മുടന്തനെ കണ്ടപ്പോ ഭിക്ഷക്കാരനെ കണ്ട ഭിക്ഷയാദിക്കുക. വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് പത്രോസിന്റെ യോഹന്നാന്റെ മുഖത്ത് നോക്കി അവൻ ശിക്ഷ ചോദിച്ചപ്പോൾ പത്രോസ് യോഹന്നാനോട് കൂടി അവനെ ഉറ്റുനോക്കി. ഒരു പെണ്ണിന്റെ മുമ്പിൽ യേശുവിനോടൊപ്പമുള്ളതാന്ന് പറയാൻ പറ്റാത്തവൻ ഇപ്പോൾ വഴിയിലിരിക്കുന്ന മുടന്തനെ നോക്കിയിട്ട് പറയുക, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെന്ന് എഴുന്നേറ്റ് നടക്കാന്. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, 3 ലോകവും മുട്ടുമടങ്ങുന്ന നാമം. സ്തോത്രം, സ്തോത്രം. ഇപ്പൊ നോക്കവൻ പറയുക, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ള നാസ്രയന്റെ നാമമാ. നിന്നെ എഴുന്നേൽപ്പിക്കുന്ന നാമമായത്. വിശ്വസിക്കുന്നുണ്ടോ? വർഷങ്ങളായി മറ്റുള്ളവന്റെ മുമ്പിൽ കരം നീട്ടി വഴിയരികിൽ ഇരുന്നവനെ ഈ നാമ സെക്കൻഡ് കൊണ്ട് എഴുന്നേൽപ്പിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ സെക്കൻഡിൽ അവൻ ചാടി എഴുന്നേറ്റിട്ട് ഇവരെ കാട്ടി മുമ്പേ അവൻ പള്ളിക്കകത്ത് കയറി. ഇന്ന് രാത്രി വിശ്വസിച്ചോ? ഈ നാമം എവിടെയൊക്കെ ഉച്ചരിക്കപ്പെട്ടിട്ടുണ്ടോ, ഈ നാമത്തിൽ വിടുതൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആരാധിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ നിലനിൽക്കുന്ന വിടുതൽ തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പള്ളിക്കകത്തേക്ക് കയറി. പ്രൈസ് ദി ലോർഡ്. എനിക്കൊന്നും തരാനില്ല, എനിക്കുള്ളത് യേശുവിന്റെ നാമമാ. സ്തോത്രം. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ അഭിഷേകമുള്ള ഒരു ദാവീദ്, ശമൂവേലിന്റെ പുസ്തകത്തിലുണ്ട് 17-ാം അധ്യായത്തിൽ, ഏലാ താഴ്വരയിൽ നിന്ന് വെല്ലുവിളിച്ചത് മല്ലനായ ഗോലിയാത്തിന്റെ നേരെ യുദ്ധത്തിന് പോകുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ശത്രുവിനോട് യുദ്ധത്തിന് പോകുമ്പോൾ പറയുന്നത്, സ്തോത്രം, നീ വാളും കുന്നും വേലുമായിട്ടൊക്കെ എന്റെ നേരെ വരുമ്പോൾ നീ നിന്ദിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. വിടുതൽ കിട്ടുന്ന നാമം മാത്രമല്ല, ശത്രു പരാജയപ്പെടുന്ന നാമം കൂടാ ഇത്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നോ? തകർത്തു കളയുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന, നിന്റെ കുടുംബത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന, നിന്റെ ജീവിതത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന, ഈ ആരാധനയ്ക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന, നിന്റെ വിശ്വാസത്തിനെതിരെ വെല്ലുവിളിക്കുന്ന, നിന്റെ തലമുറകളോട് വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന്റെ ശക്തി ഏലാ താഴ്വരയിൽ 40 ദിവസം നിന്ന് വെല്ലുവിളിക്കുമ്പോൾ അഭിഷേകമുള്ളവൻ പറഞ്ഞത്, എനിക്കുള്ളത് ഈ നാമമാ. ശത്രുവിനെ ജയിക്കുന്ന നാമമായത്. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. വിടുതൽ തരുന്ന നാമം മാത്രമല്ലിത്, പിന്നെയോ പറഞ്ഞേ, ശത്രുവിനെ ജയിക്കുന്ന നാമമായത്. സങ്കീർത്തനം 8:19 പറയുന്നു, ഇത് ശ്രേഷ്ഠമായ നാമം. അവിടെ എഴുതിയിരിക്കുന്നു, നിന്റെ നാമം ഭൂമിയിലൊക്കെയും. പറഞ്ഞേ, എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അപ്പൊ ഇത് ശ്രേഷ്ഠമായൊരു നാമമാ. നാം ചെല്ലുന്ന നാമം ഇത് ശ്രേഷ്ഠനാമമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. എല്ലാ നാമത്തിനും മേലായ നാമമാണ്, വിടുവിക്കുന്ന നാമമാണെന്ന്. അപ്പോസ്തല പ്രവൃത്തി 16:18 ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 16:18. സ്തോത്രം. പ്രവൃത്തി 16:18. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടു പോകുവാൻ ഞാൻ. വെളിച്ചപ്പാടത്തെ സ്ത്രീ, യജമാനന്മാർക്ക് വളരെ ലാഭമുണ്ടാക്കിക്കൊണ്ടിരുന്നവൾ, ദുരാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവൾ, അഭിഷിക്തന്മാർ. നോക്കിക്കേ, പൗലോസും ശീലാസും ആരാധനാ സ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ പല നാൾ ഇവളിങ്ങനെ പറഞ്ഞു. സ്തോത്രം. പല നാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുകഴ്ത്തി പറയുക കേട്ടോ. സ്തോത്രം. പുകഴ്ത്തിയാ പറഞ്ഞത്. ചില പുകഴ്ചകളെയൊക്കെ നോക്കി അങ്ങ് ശാസിക്കണം. പ്രൈസ് ദി ലോർഡ്. തകർക്കാനുള്ള പുകഴ്ചകളാത്. പ്രൈസ് ദി ലോർഡ്. തകർത്തു കളയാനുള്ളതാ. പൈശാചിക ശക്തിയാൽ ബന്ധിക്കപ്പെട്ടവൾ പൗലോസിനെ ശീലാസിനെ നോക്കി, അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് പറഞ്ഞ് നല്ല കാര്യമാ ഒരു തരത്തിൽ വിളിച്ചു പറഞ്ഞത്. പക്ഷെ പല നാളിങ്ങനെ പറഞ്ഞപ്പോൾ പൗലോസ് മുഷിഞ്ഞ് എന്ത് ചെയ്തു?
അവളിലുള്ള ദുരാത്മാവിനെ എന്താ അവിടെ ഒരു നാമം പറഞ്ഞത്? ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ നാമം ചൊല്ലി ചിലതിന്റെ മേൽ ജയമെടുക്കാൻ കഴിയും? സ്തോത്രം. എത്ര പേർക്ക് ഈ നാമത്തിൽ ജയമെടുക്കാൻ കഴിയും? നിന്നെ തകർത്തു കളയുന്ന വിഷയങ്ങൾ, നിന്നെ വെല്ലുവിളിക്കുന്ന വിഷയങ്ങൾ, നിന്റെ കുടുംബത്തെ തകർക്കുന്ന വിഷയങ്ങൾ, വെല്ലുവിളിക്കുന്ന വിഷയങ്ങൾ, പോരാട്ടങ്ങൾ, ഈ നസ്രയന്റെ നാമം ചൊല്ലി ഒന്ന് വിടുതലേറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയും? ഈ നാമം എവിടെയൊക്കെ ഉച്ചരിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ പൈശാചിക ബന്ധനങ്ങൾ തകരപ്പെട്ടിട്ടുണ്ട്, ഭൂതങ്ങൾ അലറിയോടിയിട്ടുണ്ട്, ശാപങ്ങൾ മാറിയിട്ടുണ്ട്, രോഗബന്ധനങ്ങൾ അഴിഞ്ഞിട്ടുണ്ട്, പാപമോചനം സംഭവിച്ചിട്ടുണ്ട്. ഈ നാമം ഒരിക്കലും വൃഥാ എടുക്കരുത്. സ്തോത്രം. പുറപ്പാട് 20:7 പറയുന്നു, ഈ നാമം എന്ത് ചെയ്തരുത്? പറഞ്ഞേ. ലേവ്യ 19:12 പറയുന്നു, ഈ നാമത്തിൽ നിങ്ങൾ കള്ളസത്യം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 24:47 പറയുന്നു, ഈ നാമത്തിൽ പാപമോചനമുണ്ട്, വീണ്ടെടുപ്പുണ്ട്. യോഹന്നാൻ 20:31 പറയുന്നു, ഈ നാമത്തിൽ നിത്യജീവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിത്യജീവൻ തരുന്ന നാമമായത്. ഹല്ലേലൂയ. നിത്യപ്രത്യാശ തരുന്ന നാമമായത്. കല്ലറകളെ തുറന്ന നാമമായത്. ചങ്ങലകളെ അഴിച്ച നാമമായത്. സിംഹത്തിന്റെ വായ അടച്ച നാമമായത്. കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തുറന്ന നാമമായത്. ഇന്ന് രാത്രി ആ നാമം നമ്മളെ വിടുവിപ്പാൻ ശക്തനായി ഈ പ്രത്യാശ ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എല്ലാ നാമത്തിലും ആ മേലായ നാമം, ഹല്ലേലൂയ, ഭൂതങ്ങളുടെ മേൽ, പ്രകൃതിയുടെ മേൽ, ശാപത്തിന്റെ മേൽ, മരണത്തിന്റെ മേൽ, ഹല്ലേലൂയ, പാപത്തിന്റെ മേൽ എല്ലാം അധികാരമുള്ള ഈ നാമം ഇന്ന് രാത്രി ഇവിടെ വിളിച്ചു പറയുമ്പോൾ, ഹല്ലേലൂയ, ഇത് മാനവരാശിയെ വിടുതലിന്റെ നാമമോ. ഈ നാമം ഒരിക്കൽ എൻ്റെ കുടുംബത്തെ തേടി വന്നു. പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ അനുഭവിക്കുവാനിടയായി തീർന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിങ്ങളുടെ നടുവിൽ ഒരു സാക്ഷ്യം പറഞ്ഞു. സ്തോത്രം. എൻ്റെ അമ്മയെക്കുറിച്ച് അതിനേക്കാൾ ഉപരിയായി സ്തോത്രം എൻ്റെ സഭയിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ വന്നിട്ടുണ്ട്. സ്തോത്രം. അല്ലല്ലേ, കഴിഞ്ഞ ഫെബ്രുവരി മാസം 20-ാം തീയതി സ്തോത്രം വലിയൊരു വേദനിക്കുന്ന വിഷയം എൻ്റെ കുടുംബത്തിൽ വീണ്ടും ഉണ്ടായി. സ്തോത്രം. എൻ്റെ അമ്മയോടുള്ള ബന്ധത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ അമ്മ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ പെട്ടെന്നൊന്ന് വീണു. സ്തോത്രം. നട്ടല് 3 ഒടിവുകളുണ്ടായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ 2024 ഫെബ്രുവരി മാസം 20-ാം തീയതി സ്തോത്രം നട്ടലിന് 3 ഒടിവുകളുണ്ടായി. ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ എൻ്റെ അമ്മയെ അഡ്മിറ്റായി. സ്തോത്രം. പെട്ടെന്നൊരു മൈനർ അറ്റാക്ക് കൂടെ ഉണ്ടായി. സ്തോത്രം. എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാവരും ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഈ സമയത്ത് ഞാൻ പാറശാലയിൽ നിന്നുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എന്നെ അറിയിക്കുകയും സ്തോത്രം രാത്രി 2:30 ഞാൻ ഇവിടെ വന്നപ്പോൾ സ്തോത്രം കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മ, പ്രൈസ് ദി ലോർഡ്, അങ്ങോട്ട് പോകുമ്പോൾ ആരോഗ്യവതിയായി എന്നെ പ്രാർത്ഥിച്ചു വിട്ട എൻ്റെ അമ്മ, ഞാൻ അവിടെ കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ധാരണമായി ഈ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി. പ്രിയരെ, സ്തോത്രം, യഹോവ നല്ലവനെന്ന് ഒന്ന് പറ. രുചിച്ചറിയണം. ഈ കൺവെൻഷന്റെ 2-ാം രാത്രിയിൽ കർത്താവേ, എനിക്ക് ആ ദൈവത്തിന്റെ സ്നേഹമൊന്ന് രുചിച്ചറിയണം. എൻ്റെ ശരീരത്തെ വിടുതലൊന്ന് രുചിച്ചറിയണം. എൻ്റെ തലമുറകളാ ദേഹലി വിടുതലൊന്ന് രുചിച്ചറിയണം. സ്തോത്രം. ഈ നാമത്തിൽ വിടുതലുണ്ട്. രാത്രി 2:30 ആയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്തുകൊണ്ടിരിക്കുന്ന 88 വയസ്സുള്ള എൻ്റെ അമ്മ നട്ടല് 3 ഒടിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മൈനർ അറ്റാക്ക് ഉണ്ടായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഒത്തിരി ഭാരത്തോടെ പോയി. വിശ്വാസ ജീവിതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രത്യാശയെ നിലനിൽക്കുന്ന എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായ ആ ഷോക്ക് എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ സെക്രട്ടറി ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവദാസൻ ഞങ്ങൾ സ്തോത്രം ഡോക്ടറെ അടുത്തോട്ട് കയറി ചെന്നപ്പോൾ പറഞ്ഞു, കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്തിരിക്കുന്ന എൻ്റെ അമ്മ അതുപോലും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ.
അല്ലെ വേഗത്തിൽ തന്നെ ഒപ്പിട്ട് തരണം, എൻ്റെ അമ്മയുടെ തൊണ്ട കിഴിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അതിനുശേഷം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, സ്തോത്രം, ഒന്നും പറയാനില്ല, നട്ടെല്ല് 3 ഒടിഞ്ഞു, ഒരു രക്ഷയുമില്ല. പ്രിയരേ, സ്തോത്രം, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് പ്രായത്തിലാണെങ്കിലും, ഏത് ക്ഷീണാവസ്ഥയിലാണെങ്കിലും, ഏത് രോഗത്തിലാണെങ്കിലും വിശ്വസിക്കുന്നവരാൽ ഇന്നും ഈ അടയാളങ്ങൾ നടക്കും. യേശുവിന്റെ നാമത്തിൽ മഹത്വം വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ പ്രിയ ചേച്ചി എന്നോടൊപ്പം വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ചേച്ചിയുമുണ്ട്. ഞങ്ങൾ അകത്തു പോയിന്നുണ്ട്, അല്ലെ ഹോസ്പിറ്റലിന്റെ വെളിയിൽ, വിലിവേഴ്സ് ഹോസ്പിറ്റലിന്റെ വെളിയിൽ നിന്നുകൊണ്ട് അകത്തു ICU കിടക്കുന്ന അമ്മ, അല്ലെ നട്ടെല്ല് 3 ഒടിഞ്ഞ അമ്മ, അല്ലേ ലൂയോ, അറ്റാക്ക് വന്ന് കിടക്കുന്ന അമ്മ, കൃത്രിമ ശ്വാസോച്ഛ്വാസം പോലും എടുക്കാൻ കഴിയാതെ കിടക്കുമ്പോൾ ഡോക്ടർ വെളിയിലോട്ട് വന്ന് പറഞ്ഞു രക്ഷയില്ലെന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു, ആ കൃത്രിമ ശ്വാസോച്ഛ്വാസം ഒന്ന് എടുത്തു മാറ്റി ഞങ്ങളുടെ അമ്മയെ പുറത്തോട്ടൊന്ന് തരാമോ എന്ന് ചോദിച്ചു. സ്തോത്രം. കാരണം പാറശാലയിൽ നിന്നുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അവിടെ നിന്ന് രാത്രി 2:30 ഓടി വന്നു ഞാൻ. അവിടെ നിന്ന് 9:30 പ്രാർത്ഥിക്കാൻ തുടങ്ങിയ 2:30 വരെ യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കും. ആ ഫെയ്ത്തിനെ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നു. ഒന്ന് വെളിയിലോട്ട് തരാമോ? ഒരു വാക്ക് ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാനാ, നിങ്ങൾ എന്തെങ്കിലും കാണിക്കെന്ന് പറഞ്ഞ് വെളിയിലോട്ട് തന്നതാ. പ്രിയമുള്ളവരെ, സെക്കൻഡ് കൊണ്ട് ഓക്സിജൻ എടുത്ത് മാറ്റിയിട്ട് ഒടിഞ്ഞുപോയ നട്ടെല്ല് കൊണ്ട് ഇന്ന് എഴുന്നേറ്റ് നടക്കാൻ ചോദിക്കേ. എന്റെ അമ്മയ്ക്ക് ദൈവം ബലം കൊടുത്തെങ്കിൽ സകലത്തിന്റെ മേലും അധികാരമുള്ള യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നട്ടെല്ലൊടിഞ്ഞ അമ്മ ഇന്ന് രാത്രി യേശുവിനെ ഉയർത്തുകയോ. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. സകല നാമത്തിലും മേലായ നാമം, എല്ലാ നാമത്തിലും മേലായ നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. ഈ നാമത്തിൽ ശാപം മാറും. വർഷങ്ങളായി നിന്റെ കുടുംബത്തെ ബന്ധിച്ചിരിക്കുന്ന, നിന്റെ ഹൃദയത്തെ മെതിച്ചുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ ശാപമെന്ന് നീ പറയുമ്പോൾ യേശു പറയുന്നു, ഇന്ന് രാത്രി ഈ നാമത്തിൽ നിന്റെ കുടുംബത്തിലെ ശാപം മാറും. പ്രൈസ് ദി ലോർഡ്. നീ യേശുവിന് വേണ്ടി ഹൃദയം ഒന്ന് കൊടുക്ക. നീ കർത്താവിനെ ഒന്ന് വിളിച്ചപേക്ഷിക്ക. നീ രക്ഷപ്പെടുമെന്ന് വിശ്വസിക്ക. ശാപം കാരണം, പിതാക്കന്മാരാലുള്ള ശാപം. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു വലിയ ശാപം പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നും തലമുറകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു, സ്നേഹിത, നീ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. സെക്കൻഡ് കൊണ്ട് നിന്റെ ശാപത്തെ ദൈവം മാറ്റും. നിന്റെ ശാപത്തെ അവൻ മാറ്റും. ശാപത്തിന്റെ മേൽ അധികാരമുള്ളവൻ, പാപത്തിന്റെ മേൽ അധികാരമുള്ളവൻ, മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ, പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, ഭൂതത്തിന്റെ മേൽ അധികാരമുള്ളവൻ, രോഗത്തിന്റെ മേൽ അധികാരമുള്ളവൻ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. ഈ നാമം നിന്റെ കുടുംബത്തെ രക്ഷിക്കുന്ന നാമമാ. ഈ നാമം നിന്റെ തലമുറയെ വിടുവിക്കുന്ന നാമമാ. ഈ നാമം പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ള നാമമാ. കാറ്റെ അടങ്ങുക എന്ന് കൽപ്പിച്ചപ്പോൾ, കടലെ ശാന്തമാകുക എന്ന് കൽപ്പിച്ചപ്പോൾ, പ്രകൃതി ശക്തികളെ നിശ്ചലമാക്കിക്കൊണ്ട് തലമുറകളെ രക്ഷിച്ച നാമമാ. ദേശത്തെ വിടുവിച്ച നാമമാ. അങ്ങനെയെങ്കിൽ ഈ നാമം ഏറ്റെടുത്തിരിക്കുന്ന നീ നടന്നു പോകുന്നിടത്ത് വിടുതലുണ്ട്. രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാ. ഓ, അഭിഷേകമുള്ള നീ സറാഫാത്തിലേക്ക് ചകല്. ആത്മഹത്യയുടെ ബന്ധനം അവിടെ അഴിയും. ഞാനും കുഞ്ഞും മരിക്കാനിരിക്കുക എന്ന് പറഞ്ഞ കുടുംബത്തിന്റെ മരണത്തിന്റെ ബന്ധനം അന്ന് പകൽ അവിടെ അഴിഞ്ഞെങ്കിൽ അഭിഷേകമുള്ളവൻ സറാഫാത്തിൽ കാലെടുത്ത് വെച്ചപ്പോൾ ആത്മഹത്യയുടെ ബന്ധനം അഴിഞ്ഞു, ക്ഷാമത്തിന്റെ ബന്ധനം അഴിഞ്ഞു. അവൻ ആ വീട്ടിൽ പാർക്കുമ്പോൾ മരണത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു. സകലത്തിന്റെ മേലും അധികാരമുള്ള ഈ നാമം
ഇന്ന് രാത്രി എനിക്കൊരു വിടുതൽ വേണം. യേശുവിന്റെ നാമത്താലുള്ള വിടുതൽ. സകല മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ നാവും ഏറ്റുപറയുന്ന നാമം, 3 ലോകവും മുട്ടുമടക്കുന്ന നാമം. ഓ, മറ്റൊരുത്തിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറൊരു നാമമില്ല, ഈ നാമമല്ലാതെ. സ്നേഹിതോ, മറ്റൊരു നാമമില്ല വിടുവിക്കാൻ, മറ്റൊരു നാമമില്ല രക്ഷിക്കാൻ, മറ്റൊരു നാമമില്ല പാപമോചനത്തിന്. എനിക്ക് ഒരു വിടുതൽ ആവശ്യമാണ്. ഈ ശാപത്തിൽ നിന്ന് ഒരു വിടുതൽ ആവശ്യമാണ്. രോഗത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. പൈശാചിക ശക്തികളുടെ മേൽ ഒരു വിടുതൽ ആവശ്യമാണ്. വെല്ലുവിളികളുടെ മേൽ വിടുതൽ ആവശ്യമാണ്. ഒരു നിമിഷം യേശുവിന്റെ നാമത്താൽ ഒരു വിടുതൽ ഇന്ന് രാത്രിയിൽ എനിക്ക് വേണം. എന്റെ തലമുറകൾക്ക് ഒരു വിടുതൽ ആവശ്യമാണ്. പ്രാർത്ഥിക്കേണ്ടവർ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. എന്റെ തലമുറയ്ക്ക് ഒരു വിടുതൽ ആവശ്യമാ. എന്റെ കുഞ്ഞിനൊരു വിടുതൽ ആവശ്യമാ. ശാപത്തിൽ നിന്നൊരു വിടുതൽ ആവശ്യമാ. പാപത്തിൽ നിന്നൊരു വിടുതൽ ആവശ്യമാ. എന്റെ കരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്റെ തലമുറ എനിക്ക് മടക്കി വേണോ? നീ കരം ഉയർത്തിപ്പിടിക്ക്. പ്രാർത്ഥിക്കാൻ പോകുകയാ. നിന്റെ തലമുറ നഷ്ടപ്പെടാൻ അനുവദിക്കത്തില്ല. നീ പുസ്തകം ചുമന്നെങ്കിൽ, നീ നാമം ഏറ്റെടുത്തെങ്കിൽ, നീ രക്ഷിക്കപ്പെട്ടെങ്കിൽ, നീ ചുമന്ന പുസ്തകം നിന്റെ തലമുറ ചുമക്കും. യെസ്, കരമുയർത്തിപ്പിടിച്ചാട്ട്. എന്റെ തലമുറയ്ക്ക് ഒരു വിടുതൽ വേണം കർത്താവേ. നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇല്ലായ്മയാകാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ വിട്ടുകൊടുക്കത്തില്ല. വിളിച്ചു പറ, ആദരം കൊണ്ട് പറ. എന്റെ തലമുറയെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. പാപത്തിന് വിട്ടുകൊടുക്കത്തില്ല. ശാപത്തിന് വിട്ടുകൊടുക്കത്തില്ല. മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല. പിശാചിന് വിട്ടുകൊടുക്കത്തില്ല. യെസ്, യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തെ വർഷങ്ങളായി വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ഗോലിയാത്ത് വെല്ലുവിളിക്കുന്ന പോലെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാൻ നാളുകളായി വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ആ നാമത്തിൽ ഇവിടെ വിടുതൽ സംഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ. യെസ്, നീ നിന്ദിക്കുന്ന നാമം, നീ നിന്ദിക്കുന്ന നാമം എന്ന് പറഞ്ഞ് ശത്രു പരാജയപ്പെട്ടത് ഈ നാമത്തിലാ. ഗോലിയാത്ത് പതിച്ചത് ഈ നാമത്തിലാ. ഗോലിയാത്തിന്റെ നിലപരിചയ ഈ നാമത്തിലാ. ഇന്ന് രാത്രി ആ നാമത്തിൽ നിന്റെ കുടുംബത്തിന് വിടുതലോ. യേശുവിന്റെ നാമം എവിടെ ഉച്ചരിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ വിടുതൽ സംഭവിച്ചു. കരമുയർത്തി പിടിച്ചാട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാ. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് എന്റെ കുടുംബത്തിനൊരു വിടുതൽ, എന്റെ കൂട്ടാളിക്കൊരു വിടുതൽ, എന്റെ തലമുറയ്ക്കൊരു വിടുതൽ, എന്റെ ജീവിതത്തിനൊരു വിടുതൽ, എന്റെ ശുശ്രൂഷയിലൊരു മാറ്റം അങ്ങനെ സംഭവിക്കാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. പരിശുദ്ധ ദൈവമേ, കരമുയർത്തി പിടിച്ച പന്തലിനകത്തും പുറത്തുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു.